Sponsored by കണ്ടംകുളത്തി ബോണോ കെയർ ക്യാപ്സൂളുകൾ, സന്ധിവേദനയോട് സന്ധിയില്ലാതെ. Kerala Vision Short Film Festival 2016. The immense pleasure. I welcome each and everyone to this wonderful occasion. And now our wait is over. നമ്മുടെ എല്ലാവരുടെയും കാത്തിരിപ്പിന് ഇവിടെ വിരാമമിടാനുള്ള ഒരു സമയമായി. കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2016 എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ ഒരു ഗ്രാൻഡ് ഫിനാലിൽ എത്തി നിൽക്കുന്ന 10 ഷോർട്ട് ഫിലിംസ്, അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അണിയറ പ്രവർത്തകർക്കും ഓൾ ദി ബെസ്റ്റ് നേർന്നുകൊണ്ട് വൺസ് അഗെയിൻ എ വാം വേർഡ് ഓഫ് വെൽക്കം ടു ഓൾ ഓഫ് യു. ഹായ് ഓൾ. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ആയിരുന്നു. അതിൻ്റെ വിന്നേഴ്സിനെ ഇന്ന് നമ്മളിവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. സോ എനിക്കൊരു റിക്വസ്റ്റാണ് എല്ലാവരുടെയും ചെയ്യാനുള്ളത്. വളരെ ചെറിയൊരു ഇവൻ്റാണ്. ഇറ്റ്സ് എ വെരി ഓഷ്പീസ് ഇവൻറ്റ് അല്ലേ. കാരണം ഒരു ഫുൾ ലെങ്ത് മൂവി ആയാലും ഒരു ഷോർട്ട് ഫിലിം മൂവി ആയാലും ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്. അപ്പോൾ ഇന്നൊരു ഹാർഡ് വർക്ക് ഇവിടെ റിവാർഡ് ആവാൻ പോവാണ്. സോ ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു സ്റ്റേ. ഒരു 2 hours 3 hours കാര്യമുള്ളൂ. സോ ടിൽ ദിസ് ഇവൻറ്റ് ഇസ് ഓവർ ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു സ്റ്റേ ബാക്ക്. സോ ലൊറൈൻ, പക്ഷേ ഹൃദയപൂർവ്വമായ ചില അനുസ്മരണയിലൂടെ അല്ലാതെ ഈ ഒരു പ്രോഗ്രാമിന് നമുക്ക് തുടക്കം കുറിക്കാൻ സാധിക്കില്ല. കാരണം ചില വേർപാടുകൾ നമ്മളെ എന്നും നൊമ്പരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും പൂർത്തിയാക്കാനാവാത്ത നഷ്ടങ്ങളായി ആ ഓർമ്മകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞൊരു വർഷം വരെ ഈ ഒരു മെഗാ ഫെസ്റ്റിലും ഈ സ്റ്റേജിലുമെല്ലാം നിറസാന്നിധ്യമായിരുന്ന നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അൻവർ സാർ നമ്മളെല്ലാവരെയും വിട്ടുപിരിഞ്ഞു പോയിട്ട് ഇന്നേക്ക് 7 മാസം തികഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും അണയാത്ത ആ വെളിച്ചത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം കൺ തുറക്കാം. ഓൺ ടു ദ സ്ക്രീൻ പ്ലീസ്. ഇത് ഞങ്ങളുടെ സ്വന്തം അൻവറിക്ക. വിശേഷണങ്ങൾക്ക് അതിരുകളില്ലാത്ത ആ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. എങ്കിലും ആ ഓർമ്മകളുടെ ശേഷിപ്പുകൾ ഒരക്ഷയ പാത്രം പോലെ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സുകളിൽ നിറയുന്നു. ആദർശശുദ്ധിയും ആശയവ്യക്തതയും കർമ്മശക്തിയും ജീവിതമുദ്രയാക്കി അത് അനുഭവങ്ങളിലൂടെ പകർന്നു തന്ന അങ്ങയുടെ നേതൃത്വത്തിനു പകരം വയ്ക്കാൻ ഇനിയും ഒരു പേര് ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല എന്നതാണ് സത്യം. പക്ഷേ അറിവും ചിന്തയും തീക്ഷ്ണതയും സമന്വയിപ്പിച്ച അങ്ങയുടെ ജീവിതം ഏതു പ്രതിസന്ധിയിലും ഇന്നും ഞങ്ങൾക്ക് കരുത്തേകുന്നു. ലക്ഷ്യബോധത്തിലേക്കുള്ള വഴികളിൽ ചിതറിക്കിടന്ന ഞങ്ങളെ പരസ്പര ധാരണയുടെയും വിശ്വാസത്തിന്റെയും സംഘടനാ ശക്തിയിലേക്ക് കൈപിടിച്ചു നടത്തി ഒരു സാമ്രാജ്യ മേലാളന്മാർക്കും നമ്മളെ തളർത്താനാവില്ല എന്ന് അങ്ങുറക്കെ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇത്ര കൺസ്യൂമർ ബേസ് ഉണ്ടെന്നാണ്. അപ്പോൾ കൺസ്യൂമർ ബേസിനെ വിറ്റുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കോർപ്പറേറ്റ് സെക്ടറുകൾ. നമ്മൾ ആ കൺസ്യൂമർ ബേസിനെയും കൂടി നമ്മുടെ കോർപ്പറേറ്റ് സെക്ടറിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് എങ്ങനെ പ്രാവർത്തികമാക്കാം, കേരളത്തിന്റെ മണ്ണിനനുസരിച്ച് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം എന്ന് ഈ 2 ദിവസം കൊണ്ട് നമുക്ക് ചിന്തിക്കാം. വിട്ടുവീഴ്ചയില്ലാത്ത നിരന്തര പോരാട്ടങ്ങളിലൂടെ ആ വാക്കുകൾക്ക് പിന്നിൽ ഞങ്ങൾ അണിനിരക്കുകയായിരുന്നു. അങ്ങയുടെ കർമ്മമണ്ഡലങ്ങളിലെ യാത്ര മതിയെന്ന് ഈ ജീവിതം പറഞ്ഞപ്പോൾ അതിനെ തിരുത്തിക്കുറിക്കാൻ അങ്ങ് തുടങ്ങിവെച്ച സംരംഭങ്ങൾ ഇനിയും എത്രയോ ബാക്കിയാവുന്നു. ഞങ്ങൾക്കൊന്നിച്ച് പ്രവർത്തിക്കാൻ, നേടിയെടുക്കാൻ ഓർമ്മകളിൽ ഈ മുഖം മതി. ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഒരു മന്ത്രണം പോലെ ഞങ്ങളുടെ മനസ്സുകളിലെത്തുന്ന ഒരു വിളി ഇപ്പോഴുമുണ്ട് അൻവറിക്ക.
നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ആ ദീപ്ത സ്മരണയ്ക്ക് മുന്നിൽ മൗനമായി പ്രാർത്ഥിക്കാം. ഐ റിക്വസ്റ്റ് എവരിവൺ ടു സ്റ്റാൻഡ് ഫോർ എ വൈൽ. Thank you. I request everyone to take your seats. തിരിച്ചു വരാം നമുക്ക് ഈ മെഗാഫെസ്റ്റിലേക്ക്. ഇന്നത്തെ അവാർഡ് ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ആദ്യം തന്നെ ഒരു ഡാൻസ് ഐറ്റം കാണാം. സ്നേഹ അവതരിപ്പിക്കുന്ന ഒരു ക്ലാസിക്കൽ നൃത്തമാണ്. സ്നേഹ ഇസ് എ വെരി വെൽ ട്രെയിൻഡ് ഭരതനാട്യം ആർട്ടിസ്റ്റ്. സോ ലെറ്റ് us വെൽക്കം സ്നേഹ ആൻഡ് ടീം. नमामि शमीशान निर्वाणरूपम् विभुं व्यापकं ब्रह्मवेदस्वरूपम् निजं निर्गुणं निर्विकल्पं निरीहम् चिदाकाशमाकाशवासं भजेऽहम् चिदाकाशमाकाशवासं भजेऽहम् चंद्रचूड शिवशंकर पार्वती रमण निनगे
A big thanks to Sneha and team. കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2016 ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വളരെ വിശിഷ്ടരായ വ്യക്തികളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അവരെല്ലാം സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എക്സിക്യൂട്ടീവ് മെമ്പർ ഓഫ് COA മിസ്റ്റർ ബിനു ശിവദാസ്. ഐ റിക്വസ്റ്റ് ബിനു ശിവദാസ് ടു കം ഓൺ ടു ദ ഡയസ് ഫോർ ദ വെൽക്കം സ്പീച്ച് പ്ലീസ്. സദസ്സിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, കേരള വിഷൻ്റെ രണ്ടാമത് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഗ്രാൻഡ് ഫിനാലെയാണ് ഈ വേദിയിൽ ഇപ്പോൾ നടക്കുന്നത്. ഏതാണ്ട് 500ഓളം വരുന്ന എൻട്രികളിൽ നിന്നും അവസാന റൗണ്ടിലെത്തിയിരിക്കുന്ന 10 എൻട്രികളിൽ നിന്നാണ് വിജയികളെ ഇന്ന് തീരുമാനിക്കുന്നത്. കേരള വിഷൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏതാണ്ട് 24 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിജയികളായിട്ട് വേണം ഇന്നത്തെ വിജയികളെ നമുക്ക് കാണാൻ. അനുദിനം നമുക്കറിയാം, രാജ്യത്ത് മാധ്യമങ്ങൾ, ചാനലുകൾ ഏറി വരുന്നൊരു സാഹചര്യത്തിൽ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോം കൊടുക്കാൻ കഴിയുന്ന ചാനലുകളുടെ എണ്ണം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. കലാകാരന്മാർക്ക് മാത്രമല്ല, വളർന്നു വരുന്ന രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തിൽ ഉൾപ്പെടുന്ന യുവാക്കൾക്കൊക്കെ തന്നെ ഇതുപോലൊരു പ്ലാറ്റ്ഫോം കിട്ടുക എന്ന് പറയുന്നത് ഒരുപക്ഷെ അവരുടെ കഴിവുകൾ സമൂഹത്തിന് മുന്നിൽ തെളിയിക്കാൻ പറ്റുന്ന വലിയൊരു അവസരമാണ്. ചാനലുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ചാനലുകളുടെ മാനേജ്മെൻറ്റുകൾക്ക് ആ ചാനലുകൾ കൊണ്ടുണ്ടാകേണ്ടത് ലാഭമാണ്. ലാഭത്തിലേക്കൊരു ചാനലുകൾ പോകണമെങ്കിൽ അതിൽ പരസ്യ വരുമാനം വലിയ തോതിൽ വരേണ്ട ഒരു കാലഘട്ടമാണ്. പരസ്യത്തിലേക്കൊരു ചാനലുകൾ എത്തണമെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത്, നിർണ്ണയിക്കുന്നത് ചില റേറ്റിങ്ങുകളുടെ അടിസ്ഥാനത്തിലാണ്. ബാർക്കും ടാമും ഒക്കെ അതിൽപ്പെടുന്നതാണ്. കേരള വിഷനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള റേറ്റിങ്ങുകളുടെ പിടിയിലല്ല എന്നുള്ളതാണ് പ്രധാനമായും ഞങ്ങളുടെ ചാനലുകൾക്ക് ഞങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റുന്ന ഏറ്റവും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വളർന്നു വരുന്ന കലാകാരന്മാർക്കും അതല്ല എങ്കിൽ മറ്റൊരു തലത്തിലേക്ക് ഉയർന്നു വരുന്ന യുവാക്കൾക്കൊക്കെ ഇതുപോലൊരു പ്ലാറ്റ്ഫോം ഒരുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത്. എന്ന് മാത്രമല്ല, സമൂഹത്തിൽ സാമൂഹിക പ്രതിബദ്ധതയിലൂടെ ഉള്ള ഒരു മാധ്യമ പ്രവർത്തനത്തിനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഒരുപക്ഷെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികൾക്കൊക്കെ തന്നെ അറിയാം, ആ നാട്ടിലെ ഓരോ വ്യക്തികളുടെയും നാട്ടിൽ ഒരു സാധാരണക്കാരൻ്റെ, ഒരു ചെറുപ്പക്കാരനാണ് അവിടുത്തെ കേബിൾ TV ഓപ്പറേറ്റർ. അവരുടെ ഉപജീവന മാർഗത്തിനായി കണ്ടെത്തുന്ന ഒരു തൊഴിലുമായി മുന്നോട്ട് പോകുന്നതിനപ്പുറത്തേക്ക് ഇന്ന് കേരളത്തിൽ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ എത്രത്തോളം ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ ഇന്ന് സമൂഹത്തിലെ മനസ്സിലാക്കേണ്ട ഘടകങ്ങളിൽ പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരള വിഷൻ എന്ന് പറയുന്ന ഒരു ചാനൽ ഇന്ന് ഒരു കേബിൾ ചാനലായി കഴിഞ്ഞ 10-25 വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന ഒരു കേബിൾ ചാനലിൻ്റെ പേര് മാറി മാറി വരുന്നതിൽ പെട്ട ഒരു കേബിൾ ചാനലായി കേരള വിഷനെയും കാണുന്നവരാണ് ഭൂരിപക്ഷം വരുന്ന ഞങ്ങളുടെ പ്രേക്ഷകർ. എന്നാൽ കേരള വിഷൻ എന്ന് പറയുന്ന ചാനൽ കേരളത്തിലെ 24 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളിലും 1 കോടിയിലധികം വരുന്ന പ്രേക്ഷകരുമുള്ള ഒരു ചാനലാണ് എന്ന് സമൂഹം ഏറിയ പങ്കും ഇന്നും മനസ്സിലാക്കിയിട്ടില്ല. ഒരുപക്ഷെ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ് ഇന്ന് നടക്കാൻ പോകുന്ന പരിപാടിയും ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളും ഒക്കെ തന്നെ ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒരു സിനിമ ഉണ്ടാകുമ്പോൾ ആ സിനിമ സമൂഹത്തിനൊരു മെസ്സേജ് ആവണം. ഒരുപക്ഷെ ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളുടെ ഒക്കെ ആഗ്രഹവും ലക്ഷ്യവും അതൊക്കെ തന്നെയാണ്. എൻ്റെ സിനിമ ഈ സമൂഹത്തിനൊരു മെസ്സേജ് ആവണം, ഒരു സന്ദേശമാവണം, നാളെ അതൊരു ചരിത്രമാകണം. ഞങ്ങളും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളെന്ന് പറയുന്ന പ്രാദേശിക ചാനൽ ഈ സമൂഹത്തിനൊരു സന്ദേശമാവണം, ഓരോ ദിവസവും ഓരോ സന്ദേശമാവണം. ഞങ്ങളിലൂടെ ഉയർന്നു വരുന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ, ഇതിപ്പോൾ രണ്ടാമത്തെ ഫെസ്റ്റിവലാണ് നടക്കുന്നതെങ്കിൽ, ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലാണ് നടക്കുന്നതെങ്കിൽ, ഈ ഫെസ്റ്റിവലുകളുടെ എണ്ണം ഓരോ വർഷവും കൂടിക്കൂടി വരുന്നു.
മറ്റു തലത്തിലുള്ള കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഉള്ള അവസരങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ഓണവുമായി ബന്ധപ്പെട്ട് 2016 ഓണവുമായി ബന്ധപ്പെട്ടിട്ട് കേരള വിഷൻ മുന്നോട്ട് വെച്ചത് തിരുവാതിര കളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മത്സരമാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ എത്രയോ ഉയരത്തിലായിരുന്നു അതിൻ്റെ വ്യൂവേഴ്സ് എന്നുള്ളത് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. തിരുവാതിര കളി എന്ന് പറയുന്ന ഒരു മത്സരം കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും മത്സരാർത്ഥികളെ കൊണ്ടുവന്നിട്ട് അതിനൊരു ഗ്രാൻഡ് ഫിനാലെ ഉണ്ടാക്കാനായിട്ട് കേരള വിഷൻ്റെ ഡയറക്ടർ ബോർഡ് തീരുമാനമെടുക്കുമ്പോൾ ആ ഡയറക്ടർ ബോർഡിന് പോലും വലിയ ആശങ്കയായിരുന്നു. കാര്യം അന്യം നിന്ന് പോകുന്ന ഒരു കലയ്ക്ക് ഇനി എന്തു സാധ്യത. പക്ഷെ അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന പ്രതികരണങ്ങൾ കേരള വിഷൻ എന്ന് പറയുന്ന ചാനൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളുമായി മുന്നോട്ട് പോകുവാൻ വലിയ ഊർജ്ജം നൽകുന്ന ഒന്നായിരുന്നു. അപ്പോൾ കേരള വിഷൻ എന്ന് പറയുന്ന ചാനൽ നമുക്കറിയാം, ഇന്ന് ഇതിൻ്റെ ഇവിടെ തിരഞ്ഞെടുക്കാൻ പോകുന്ന ഷോർട്ട് ഫെസ്റ്റിവലുകൾ ഡയറക്ടേഴ്സ് ഉണ്ടാവും, ആക്ട് ഉണ്ടാവും, ആക്ട്രസസ് ഉണ്ടാവും, റൈറ്റേഴ്സ് ഉണ്ടാവും. അങ്ങനെ നിരവധി തലങ്ങളിലാണ് നമ്മളിന്ന് മത്സരാർത്ഥികളെ വിജയികളായി പ്രഖ്യാപിക്കാൻ. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയെ നമ്മൾ കാണുന്നത് ഒരു നടൻ്റെ പേരിലാണ്. ബഹുഭൂരിപക്ഷവും അങ്ങനെ തന്നെ. ഒരു മമ്മൂട്ടി സിനിമ, മോഹൻലാൽ സിനിമ, ദിലീപ് സിനിമ, സുരേഷ് ഗോപി സിനിമ, ഏറിയ പങ്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ പഴക്കം ആയിട്ടുള്ള ചില ഡയറക്ടേഴ്സിൻ്റെ പേരിൽ സിനിമകൾ അറിയപ്പെടാറുണ്ട്. വളരെ ചുരുക്കം ഡയറക്ടേഴ്സാണത്. ആ ഡയറക്ടേഴ്സിൻ്റെ പേരിൽ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും പോയിരുന്ന് കാണാൻ കഴിയുന്ന, ആസ്വദിക്കാൻ പറ്റുന്ന നല്ല കലാമൂല്യമുള്ളൊരു സിനിമയായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന സമൂഹമുണ്ടെന്നുണ്ട്. ഓരോ ഡയറക്ടേഴ്സും നമുക്കറിയാം, ഓരോ ഡയറക്ടേഴ്സും ആ തലത്തിലേക്ക് വരാനുള്ള ഒരു ആഗ്രഹവും അവരുടെ ഉള്ളിലുണ്ടാവും. അതേ തലത്തിലാണ് കേരള വിഷനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞങ്ങൾക്ക് സ്വന്തമായുള്ളത് 1 കോടിയിലധികം പ്രേക്ഷകരാണ്. അതായത് 24 ലക്ഷത്തോളം വരുന്ന ടെലിവിഷൻ ഭവനങ്ങളിലാണ് ഞങ്ങൾ കേരള വിഷൻ ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും അതിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 24 ലക്ഷം കുടുംബങ്ങളിലെ 1 കോടിയിലധികം വരുന്ന പ്രേക്ഷകർ നാളെ പറയണം, ഇത് എൻ്റെ ചാനലാണ്. അതിവിടുത്തെ എല്ലാ ചാനലുകളും നമുക്കറിയാം, നിങ്ങളുടെ ഇന്ന ചാനൽ അല്ലേ, ഓരോ ചാനലുകളും പറയുന്നത് നിങ്ങളുടെ ചാനലെന്ന് അവർ അവകാശപ്പെടുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പരസ്യത്തിൽ കൂടി അവകാശപ്പെടാനൊന്നല്ല. കേരള വിഷൻ എന്ന് പറയുന്നത് ഇന്നൊരു കേബിൾ ചാനലാണ്. ആ കേരള വിഷൻ എന്ന് പറയുന്ന കേബിൾ ചാനൽ കേരളത്തിലെ 3000-ഓളം വരുന്ന സാധാരണക്കാരായ കേബിൾ ഓപ്പറേറ്റർമാരുടെ മാത്രം മൂലധനം ഉപയോഗിച്ചിട്ടുള്ള ആ കേബിൾ ചാനലിനെ ഞങ്ങൾ ഒരു സാറ്റലൈറ്റ് ചാനലായി അടുത്ത 1 വർഷത്തിനുള്ളിൽ മാറ്റാനുള്ള സംരംഭത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു ഫെസ്റ്റിവൽ വരുമ്പോൾ തീർച്ചയായും കേരള വിഷൻ എന്ന് പറയുന്ന കേബിൾ ചാനലിൽ നിന്നും ഈ ഫിലിം ഫെസ്റ്റിവലിനെ കേരള വിഷൻ എന്ന് പറയുന്ന സാറ്റലൈറ്റ് ചാനലിലൂടെ ഈ 24 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളിലേക്ക് ഒപ്പം ലോകത്താകമാനമുള്ള ടെലിവിഷനിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സംരംഭത്തിനാണ് ഇപ്പോൾ ഞങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത് 24 ലക്ഷം കുടുംബങ്ങളും ഇതെൻ്റെ ചാനലാണെന്ന് പറയുന്ന തലത്തിലേക്ക് അതിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കേരള വിഷൻ്റെ കൂടെ നിൽക്കുന്ന 24 ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ചാനലായി അതിനെ മാറ്റാനാണ് ഞങ്ങൾ ശ്രമം. എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു ഫിലിം ഫെസ്റ്റിവലിലോ അല്ലെങ്കിൽ ഒരു തിരുവാതിര കളി മത്സരത്തിലോ മാത്രമായി ഒതുങ്ങാനല്ല, കേരളത്തിലെ മുഴുവൻ രംഗങ്ങളിലേക്കും ഉയർന്നു വരുന്ന യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനാണ് ഇപ്പോൾ കേരള വിഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമുള്ള പരിപാടികളിലേക്ക് ഞങ്ങൾ ഇറങ്ങുന്നത്. നമുക്കറിയാം, ഓരോ വർഷവും റിലീസാവുന്ന സിനിമകളിൽ നല്ലൊരു ശതമാനം ഇന്നും തിയേറ്റർ റിലീസ് കിട്ടാതെ മാറി നിൽക്കപ്പെടുന്നുണ്ട്. തിയേറ്റർ റിലീസ് കഴിഞ്ഞാൽ സാറ്റലൈറ്റ് ചാനലിൻ്റെ റൈറ്റിങ്ങും അത് കഴിഞ്ഞാൽ കേബിൾ റൈറ്റിങ്ങും എന്നതിനപ്പുറത്തേക്ക് ആ ചാനലുകൾക്ക് പുറലോകം കാണാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ ടെലിവിഷൻ റിലീസിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് കൂടി മാറുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സിനിമയെ ഒരു ദിവസം 24 ലക്ഷം വീടുകളിൽ റിലീസ് ചെയ്യാൻ പറ്റുന്ന ടെലിവിഷൻ റിലീസ് എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് കൂടി ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി പദ്ധതികളുമായി കേരള വിഷൻ എന്ന് പറയുന്ന ചാനൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് നമുക്കറിയാം, രാജ്യത്തെ നല്ലൊരു ശതമാനം ചാനലുകൾ തുടക്കം കുറിക്കുമ്പോൾ അതേപോലെ നല്ലൊരു ശതമാനം ചാനലുകൾ നിലനിൽപ്പില്ലാതെ പൂട്ടിപ്പോകുന്നൊരവസ്ഥ വിശേഷം കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ വരുമാനമാണ് ഏറ്റവും വലിയ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരള വിഷൻ ചാനലിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് പോലും സമൂഹത്തോടൊപ്പം നടന്നു നീങ്ങുന്ന ഒരു ചാനലായി മാറണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഓരോ ദിവസവും പോകുന്നത്. അതിന് ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ ഉൾപ്പെടെ ഈ നാട്ടിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തുള്ളവരുടെ മുഴുവൻ സഹായവും പിന്തുണയും ഞങ്ങൾക്ക് എന്നും ആവശ്യമാണെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ ഫെസ്റ്റിവലിൽ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിലേക്ക് ഫിലിം ഡയറക്ടർ
ബഹുമാന്യനായ സലാം ബാപ്പു, റെഡ് വൈൻ, മംഗ്ലീഷ് എന്ന് പറയുന്ന സിനിമകളുടെ സംവിധായകൻ കൂടിയാണ്. അദ്ദേഹത്തെ കേരള വിഷന് വേണ്ടിയും നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദവമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഷൈൻ ടോം ചാക്കോ, അദ്ദേഹത്തെയാണ് അടുത്തതായി സ്വാഗതം ചെയ്യുന്നത്. ഏറെ ആദരവോടെ കേരള വിഷന് വേണ്ടി ബഹുമാന്യനായ ഷൈൻ ടോം ചാക്കോയെ ഈ വേദിയിലേക്ക്, ഈ പരിപാടിയിലേക്ക് ഞാൻ കേരള വിഷൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മലയാള സിനിമയിൽ വളരെ വലിയ ജനപിന്തുണയുമായി പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയിലെ ഒരു വലിയ നായകനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കട്ടപ്പനയിലെ ഋതിക് റോഷൻ, ശ്രീ വിഷ്ണുവിനെ ഈ യോഗത്തിലേക്ക് ഏറെ ആദരവോടെ കേരള വിഷന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് ബിബിൻ. കട്ടപ്പനയിലെ ഋതിക് റോഷൻ, അമർ അക്ബർ അന്തോണി എന്നീ സിനിമകളുടെ കഥകൾക്ക് ചുക്കാൻ പിടിച്ച വിഷ്ണുവും ബിബിനുമാണ്. അതിൽ ബിബിനെ ഈ യോഗത്തിലേക്ക് നിങ്ങളുടെ ഏവരുടെയും അനുഭവത്തോടു കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കിസ്മത്ത് എന്ന സിനിമ നമുക്കറിയാം, ഒരു ചെറിയ സിനിമയായി വന്ന് ഒരു വലിയ സിനിമയായി ചരിത്രം കുറിച്ച ഒരു സിനിമ തന്നെയാണ് കിസ്മത്ത്. അതിൻ്റെ ഡയറക്ടർ ബഹുമാന്യനായ ഷാനവാസിനെ ഈ യോഗത്തിലേക്ക് ഏറെ ആദരവോടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തോളൂ. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ജഡ്ജസാണ്, ബഹുമാന്യരായ ജഡ്ജസാണ്. ഫിലിം ഡയറക്ടർ കൂടിയായ ജഡ്ജസിൽ ഒരാളായ ജയസൂര്യ, അദ്ദേഹത്തെ ഏറെ ആദരവോടെ സ്നേഹപൂർവ്വം കേരളത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു ജഡ്ജസ് ആയില്യൻ, അസോസിയേറ്റ് ഡയറക്ടറാണ്. TV ചന്ദ്രൻ സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ സ്നേഹപൂർവ്വം കേരളത്തിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ് KCCL എന്ന് പറയുന്ന കമ്പനിയെയും KCBL എന്ന് പറയുന്ന കമ്പനിയെയും നിയന്ത്രിക്കുന്നത്. തീർച്ചയായും സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K വിജയകൃഷ്ണൻ അവറുകളെ ഈ പരിപാടിയിലേക്ക് ഏറെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KV രാജൻ, അദ്ദേഹത്തെ സംഘടനയുടെ പേരിലും കേരള വിഷന്റെ പേരിലും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേരള വിഷൻ എന്ന് പറയുന്ന ചാനൽ KCBL എന്ന് പറയുന്ന കമ്പനിയുടെ മേൽനോട്ടത്തിലും സിഒയുടെ നിയന്ത്രണത്തിലുമാണ്. KCBL എന്ന കേരള വിഷൻ്റെ ഈ കമ്പനിയുടെ ചെയർമാൻ ബഹുമാന്യനായ ശ്രീ പ്രവീൺ മോഹനെ ഈ യോഗത്തിലേക്ക് ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. KCBLൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ രാജ്മോഹൻ, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. KCCLൻ്റെ ചെയർമാൻ, സംഘടനയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീ അബൂബക്കർ സിദ്ദീഖിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം സംഘടനയുടെ മുഴുവൻ ഭാരവാഹികളെയും KCCL KCBL ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ വിശിഷ്ട വ്യക്തികളെയും അതുപോലെ തന്നെ ഈ ഫെസ്റ്റിവലിൽ അവസാന റൗണ്ടിലെത്തിയിട്ടുള്ള മുഴുവൻ കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെ ഒറ്റവാക്കിൽ, മാധ്യമപ്രവർത്തകരെ അടക്കം ഒറ്റവാക്കിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അടുത്തത് ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുന്നു. All right, next is a lamp lighting ceremony. ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നമുക്ക് ഈ ചടങ്ങ് ആരംഭിക്കാം. Let's start this event by lighting the lamp. I request all of you, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ എല്ലാവരും ഓരോന്നായി ഭദ്രദീപം തെളിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു.
Kerala Vision Short Film Festival 2016. കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2016. ഈ വർഷം 500-ലധികം വന്ന എൻട്രികളിൽ നിന്നാണ് 50 ഷോർട്ട് ഫിലിംസ് തിരഞ്ഞെടുത്ത് പ്രദർശിപ്പിച്ചത്. അതിൻ്റെ ഷോ ടൈം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7:30 ഈ ഒരു ഏറ്റവും അധികം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഈ 50 ഷോർട്ട് ഫിലിംസിൽ നിന്നും മികച്ച ജഡ്ജിങ്ങിലൂടെ തിരഞ്ഞെടുത്ത 10 ഷോർട്ട് ഫിലിംസാണ് ഇപ്പോൾ അവസാന റൗണ്ടിൽ ഗ്രാൻഡ് ഫിനാലയിൽ എത്തി നിൽക്കുന്നത്. ഈ 10 ഷോർട്ട് ഫിലിംസിൽ നിന്നാണ് ഏറ്റവും മികച്ച ബെസ്റ്റ് ഷോർട്ട് ഫിലിം, ബെസ്റ്റ് സെക്കൻഡ് ഷോർട്ട് ഫിലിം, ബെസ്റ്റ് തേർഡ് ഫിലിം എന്നീ 3 ഷോർട്ട് ഫിലിംസിന് അവാർഡ്സ് കൂടാതെ ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ക്യാമറാമാൻ, ബെസ്റ്റ് സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആൻഡ് സ്പെഷ്യൽ ജൂറി അവാർഡ് എന്നിങ്ങനെ 10 കാറ്റഗറിയിലായിട്ടാണ് അവാർഡ്സ് നമ്മളിവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത് അല്ലേ? അതെ അതെ, ലൊറീൻ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് എൻട്രീസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നാരോ ഡൗൺ ചെയ്തിട്ടാണ് 50 എൻട്രീസ് ആയി, പിന്നെ അത് വീണ്ടും 10 ആയി. നമുക്കൊരു കാര്യം ചെയ്യാം, ലെറ്റ് അസ് ഇൻട്രൊഡ്യൂസ് ഓൾ ദിസ് കമ്പീറ്റൻസ് അല്ലേ. സോ ലെറ്റ് മീ കോൾ അപ്പോൺ ദ ഫസ്റ്റ് movie, that is Ghar Wapasi. I would like to call upon Mr. Ram Parthan onto stage. Ram Parthan Ghar Wapasi എന്ന ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടറാണ്. ലെറ്റ് മീ കോൾ upon Mr. Ram Parthan. റാം പാർത്ഥന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഡയറക്ട് ചെയ്ത ഷോർട്ട് ഫിലിമിന്റെ പേര് ഘർ വാപസി എന്നാണ്. Kerala Vision Bono Care Short Film Festival Ghar Wapasi. എന്ത് തോന്നുന്നു ഇപ്പോൾ ഈ ഫെസ്റ്റിവൽ വന്നിട്ട്? വളരെയധികം സന്തോഷമുണ്ട്. സെലക്ട് ചെയ്ത് തന്നെ വലിയൊരു കാര്യം. എന്ത് പ്രതീക്ഷയുണ്ടോ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കാറ്റഗറീസ്? തീർച്ചയായും പ്രതീക്ഷയുണ്ട്. കിട്ടിയാൽ നല്ലത്, ഇല്ലെങ്കിലും സന്തോഷം. ഘർ വാപസിയിൽ അഭിനയിച്ചവർ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ, അവരും ഈ വേദിയിലേക്ക് വരണം. ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. എല്ലാവരുടെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഒരു കലയെ സ്നേഹിക്കുന്നവർ സിനിമ സംവിധാനം ചെയ്യണം, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം. അതുതന്നെയാണ് എല്ലാവരുടെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഇവിടെ ഘർ വാപസി സംവിധാനം ചെയ്ത റാം പാർത്ഥൻ കൂടെ അഭിനയിച്ച നായിക പരിചയപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടോ? പ്ലീസ്. നിഷയാണ് നായിക. എന്ന എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുമോ പ്ലീസ്? എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഡയറക്ടർ റാം പാർത്ഥൻ സാറാണ് എന്നെ ഇതിൽ കൊണ്ടുവന്നത്. എൻ്റെ ഫസ്റ്റ് ടൈം. എനിക്ക് എന്താ പറയണമെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് എല്ലാവർക്കും നല്ലൊരു കയ്യടി കൊടുക്കാം. ഇതുപോലെ തന്നെ ഈ 10 ഷോർട്ട് ഫിലിംസും അത് ചെയ്ത ഡയറക്ടേഴ്സ്, അതിൻ്റെ അണിയറ പ്രവർത്തകരെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന ആ ഒരു ചടങ്ങുണ്ട്. അധികം ദീർഘിപ്പിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ആ ചടങ്ങിലേക്ക് പോകാം. അടുത്ത ഷോർട്ട് ഫിലിം ചെയ്ത ഡയറക്ടർ, താങ്ക് യു സോ മച്ച് ഡയറക്ടർ പ്രേംജിത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ പേര് ദൈവത്തിൻ്റെ കല്ല് എന്നാണ്. പ്രേംജിത്ത് പ്ലീസ്. Kerala Vision Bono Care Short Film Festival ദൈവത്തിന്റെ കല്ല്. പ്രേംജിത്തിനെ ഞാൻ നേരത്തെ കണ്ടപ്പോൾ അതിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഡയറക്ടർ ലാലും ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ടല്ലേ എന്ന് ഞാൻ ആക്ച്വലി വിചാരിച്ചു. പിന്നെ മനസ്സിലായി, ഞാൻ ഓർത്ത് മടത്തരായപ്പോൾ ലാലല്ല എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനും എൻ്റെ കൂടെ ഒരു കോ ഡയറക്ടറുണ്ട്, ഒരു പുരുഷോത്തമൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. അപ്പോൾ അദ്ദേഹം ഗൾഫിലാണ്, അദ്ദേഹം ഇവിടെ ഇല്ല, ഒരു മ്യൂസീഷ്യനാണ്. ഞങ്ങളൊരു കോമൺ ഫ്രണ്ടിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഒരു ചെറിയ സിനിമയാണ്. ഇതിനകത്ത് സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളുമില്ല. ഞാൻ കുറച്ച് വർഷമായിട്ട് ആർട്ട് ഡയറക്ടറായിട്ട് നിൽക്കുന്ന ആളാണ് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഇതിനകത്ത് സിനിമ നിങ്ങൾ കണ്ടു കാണും. അത് ആ സിനിമയിലുള്ളത് കൂടുതലൊന്നും പറയാനില്ല. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു എന്താ പറയുക, കുറച്ച് പുതിയ കൂട്ടുകാരെ കിട്ടി എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ്. പിന്നെ ലാലിനെ പോലെ ഞാനിരിക്കുന്നത് ഒരു സ്വാഭാവികത മാത്രമാണ്. അത് അതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള ഇവരെല്ലാം എന്നെ കളിയാക്കുന്ന ആ ഒരു ഇതിന് വന്നപ്പോഴും എന്നെ ലാലിനെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കളിയാക്കുന്നത്. താടി പഠിച്ചാലോ എന്ന് ആലോചിച്ചു. ഫുള്ള് നരയായത് കാരണമാണ് പഠിക്കാത്തത്. അപ്പോൾ ദയവായി അത് പറഞ്ഞ് കളിയാക്കരുത്. അതെന്തൊരു ഒരു കോൺഫിഡൻസ് ആണ് അങ്ങനെ ഇരിക്കുന്നത്. അത് ദയവായി ക്ഷമിക്കുക. കളിയാക്കലല്ല, അതൊരു അംഗീകാരമായിട്ട് എടുക്കാം അല്ലേ? ഓക്കെ, എനിവേ ഓൾ ദി വെരി ബെസ്റ്റ്. ഈ ക്രൂ മെമ്പേഴ്സിന് എല്ലാവരും, നടനും ക്യാമറമാനും ഒക്കെ വരും. സുനിൽ പൊല്ലരി, ശ്രീജിത്ത്, അതുപോലെ തന്നെ എൻ്റെ സിനിമയിൽ വില്ലനായിട്ട് അഭിനയിച്ച
മോനാണത്. ഇദ്ദേഹം വില്ലനാണോ? വില്ലനാണ്. സിനിമയിലെ വില്ലൻ. ഓഹോ, ഓക്കെ ഓക്കെ. ഇവർക്കൊരു നല്ല കൈയടി കൊടുക്കൂ. ഭാവിയിലെ വില്ലനും ഭാവിയിലെ താരങ്ങളും എല്ലാം വേദിയിലേക്ക് വരാൻ പോകുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഇനി അടുത്ത ഷോർട്ട് ഫിലിമിൻ്റെ പേര് കാണുന്നുണ്ടോ പപ്പ. ആ ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടർ പ്രാണേശ്വറിനെയും ക്രൂ മെമ്പേഴ്സ് എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ കാണുന്നുണ്ടോ പപ്പ. പ്രാണേശ്വർ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ആൾ കൂടിയാണ്. കുറച്ചധികം സമയം സംസാരിക്കുമെന്ന് വിചാരിക്കണോ? വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ എത്താൻ പറ്റിയതിന്. ഈ ഒരു 10ലേക്ക് എത്തിയതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെന്താ പറയുക, കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ഒരു സുഖമുള്ള ഏർപ്പാടായിരിക്കില്ല. എന്താ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. നമ്മൾ ശരിക്കും ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരുടെ ഒരു ആഗ്രഹ പ്രകടനമായിരുന്നു. നമുക്ക് വലിയൊരു സാധ്യതകളൊന്നും ഉണ്ടായിരുന്നില്ല. ലൈറ്റൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. പിന്നെ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ക്യാമറ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ക്യാമറ ഒഴികെ ബാക്കിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഇത് അതിൽ അഭിനയിച്ച കുട്ടിയാണ്. ഇത് നമ്മൾ എഡിറ്ററാണ്. പുള്ളി കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ എന്താ പറയുക. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. അടുത്തതായി ലെറ്റ് us call റഫീഖ് and his short film is നടപ്പാത. റഫീഖ്, ക്രൂ മെമ്പേഴ്സ് എല്ലാവരുമായിട്ട് വരും. കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടപ്പാത. നടപ്പാത എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമാണ്. അതിൻ്റെ മെമ്പേഴ്സാണ്, ഇതിൽ ആർട്ടിസ്റ്റാണ്, മെയിൻ ആർട്ടിസ്റ്റാണ്, രണ്ടാമത്തെ ആർട്ടിസ്റ്റ്, പിന്നെ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണത്. ഈ ഒരു വേദിയിൽ എത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്താ പറയുക, അധികം സംസാരിച്ച് ഇതില്ലാത്തതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല. സോ റഫീഖിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റഫീഖ് ഒരു ന്യൂജൻ ലുക്ക് ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തായിരുന്നു അന്ന്. നാച്ചുറലായിട്ടൊരു പിച്ചക്കാരൻ അല്ലേ, പിച്ചക്കാരനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറൈസായിട്ട് വന്നിരുന്നത്. അതുകൊണ്ട് അത് ചെയ്യുന്ന സമയത്തും അവർ ശരിക്കും പിച്ചക്കാരാണെന്ന് വിചാരിച്ച് പൈസ കൊടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത്. അത്രയും നാച്ചുറലായിട്ടാണ് അദ്ദേഹം ചെയ്തത്. എനിവേ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു. ക്യാൻ ടേക്ക് യുവർ സീറ്റ്സ്. ഇനി അടുത്തത് കറുത്ത പച്ച. ഷോർട്ട് ഫിലിമിൻ്റെ പേര് കറുത്ത പച്ച. അത് ഡയറക്റ്റ് ചെയ്ത പ്രവീണിനെയും അണിയറ പ്രവർത്തകരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ കറുത്ത പച്ച. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു സ്റ്റേജിൽ വന്ന് നിൽക്കാൻ സാധിച്ചത് തന്നെ. ഇത് ഞങ്ങളുടെ ഒരു ആദ്യത്തെ സംരംഭമായിരുന്നു കറുത്ത പച്ച. എല്ലാവരെയും പോലെ സിനിമയെ സ്നേഹിക്കുന്ന, നിറങ്ങളെയും പൂക്കളെയും എല്ലാം സ്നേഹിക്കുന്ന കുറച്ച് കലാകാരന്മാർ ഒരുമിച്ച് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമാണിത്. ഇതിനു വേണ്ടി ഞങ്ങളുടെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരെയും ഇങ്ങോട്ട് വരുത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് നമ്മുടെ ക്യാമറാമാൻ, അസോസിയേറ്റ്, ഇവർ രണ്ടുപേരാണ് വന്നിട്ടുള്ളത്. അവർ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നു. ഇവിടെ വരെ എത്തിയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. എന്താ പറയുക, സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാനിതിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ്. ഈ ഒരു 10 സെലക്ട് ചെയ്താൽ തന്നെ എനിക്ക് വലിയ കാര്യമാണ്. പിന്നെ ഇതിൻ്റെ തുടക്കം മുതൽ ഡയറക്ടർക്ക് തന്നെയാണ് എല്ലാ ക്രെഡിറ്റും വേണ്ടത്. പക്ഷേ ഒരു എന്താ പറയുക, കത്തി പണിയെടുത്തിട്ടുണ്ട്, അതല്ലേ പറയേണ്ടുള്ളൂ. ഞങ്ങളുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടിയാണിത്. ഒരുപാട് പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ട് എന്നറിയാം. അത് നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും നമുക്ക് കിട്ടണം ആ റിവ്യൂസ്. അതാണ് ഞങ്ങളുടെ അടുത്ത വർക്കിലേക്കുള്ള ഊർജം. അത് തന്നെയാണ്. അത് കമൻസായും എല്ലാമായും ഞങ്ങൾക്ക് തരണം. പിന്നെ ഇതിലേക്ക് എൻട്രി ചെയ്ത എത്ര ഷോർട്ട് ഫിലിം ഉണ്ടോ അതിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരുടെയും കൂടെ ഒരു നന്ദി എൻ്റെയും കൂടി. താങ്ക് യു ലോട്ട് പ്രവീൺ. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ കറുത്ത പച്ച. അടുത്തതായി നമുക്ക് ക്ഷണിക്കാം ശ്യാംജത്ത്, മൂവി കോൺവെക്സ്. മിസ്റ്റർ ശ്യാംജത്ത് for the short film Convex. Kerala Vision Bono Care Short Film Festival Convex.
ശ്യാംജിത്ത് ഞങ്ങളുടെ പ്രൊഡ്യൂസറാണ്, ഞാനാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് ശ്യാംജിത്ത്. ഞങ്ങളുടെ കോൺവെക്സ് എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. ഏകദേശം ഒരു 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിമാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഒരു എക്സ്പീരിയൻസും ഞങ്ങൾ ആർക്കും ഇല്ല. ഇതാണ് ഞങ്ങളുടെ ക്യാമറാമാൻ. നമ്മുടെ വെഡ്ഡിങ് സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുകയാണ്, ക്യാമറാമാനാണ്. പിന്നെ ഇതാ ഈ പുള്ളിയാണ് അഭിനയിച്ചേക്കുന്നത്. ഇത് അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. ഇതൊരു പ്രൊഡ്യൂസറാണ്. ബാക്കിയെല്ലാം ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്തവരാണ്. ഇതുവരെ എത്താൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമല്ല, ഞങ്ങൾ അഭിമാനത്തോടെ കാണുകയാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് ഇത് അയച്ചിട്ട് റെസ്പോൺസ് കിട്ടുന്നത്. അവിടെ തന്നെ 10 എണ്ണത്തിൽ വരാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ശരി, താങ്ക്സ്. ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി നമുക്ക് അടുത്തത് സ്വാഗതം ചെയ്യാം. മാതള നാരങ്ങ എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാതള നാരങ്ങയുടെ ഡയറക്ടർ അനിൽ പറക്കാടും അണിയറ പ്രവർത്തകരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ മാതള നാരങ്ങ. നാടകത്തിൻ്റെ വേദിയിൽ നിരവധി പ്രാവശ്യം കയറിയിട്ടുണ്ട്. സിനിമയുടെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ടാണ്. അങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ തന്നെ കേരള വിഷന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മിത്രൻ. അതിലെ നായിക പാർവതി, അതിലഭിനയിച്ചിട്ടുള്ളത് പ്രശാന്ത്, എൻ്റെ അനിയനാണ്. എന്തായാലും ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ പറ്റിയതിലും അവസാന 10 എണ്ണത്തിലേക്ക് എത്താൻ പറ്റിയതിലും വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് തന്നതിൽ എനിക്ക് മാഷിനോട് മാത്രം നന്ദി പറയാനുള്ളത്. ഓക്കെ, ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ മോളെയും ഒരു ഷോർട്ട് ഫിലിം പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും. ഇനി അടുത്തത് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അർജുൻ മുരളി. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ പേര് നേർച്ച എന്നാണ്. സോ കംപ്ലീറ്റ് ക്രൂ മെമ്പേഴ്സിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നേർച്ച. ഒരു 10 മിനിറ്റ് ഡ്യൂറേഷനുള്ള ഷോർട്ട് ഫിലിമാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ചെയ്യുന്ന ആദ്യത്തെ വർക്കാണ്. അപ്പോൾ 500 ഷോർട്ട് ഫിലിം ലിസ്റ്റിൽ 10 എണ്ണമായി തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറയാണ് അബി എന്ന് പറഞ്ഞ ക്യാമറാമാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് എൻട്രി കിട്ടിയെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ക്രൂ മെമ്പേഴ്സൊക്കെ ഇങ്ങനെ ഒരു ഫെസ്റ്റിവലിലേക്ക് ഈ ഡയറക്ടർ ഇത് അയച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ അതിങ്ങനെ ലാസ്റ്റ് 10ൽ കിട്ടിയത് തന്നെ വലിയ സന്തോഷമായിട്ട് തോന്നുന്നു. ഇതോടുകൂടി തന്നെ കൂടെ ബാക്കി കോമ്പീറ്റ് ചെയ്യുന്ന എല്ലാ ഫെസ്റ്റിവൽസിനും ഓൾ ദി ബെസ്റ്റ് നേരുന്നുണ്ട്. താങ്ക് യു. താങ്ക് യു അർജുൻ മുരളി. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ നേർച്ച. അടുത്തതായി നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം മനോജ് പട്ടത്തിൽ. ഷോർട്ട് ഫിലിം ഇസ് കഴുത. ഷോർട്ട് ഫിലിമിൻ്റെ പേര് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പേരാണ്, കഴുത. പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അല്ലേ ആ ഒരു പേര്, കഴുത. സോ മേ ഐ ഇൻവൈറ്റ് മനോജ് പട്ടത്തിൽ. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ പേര് കഴുത. ക്രൂ മെമ്പേഴ്സിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ കഴുത. ശരിക്കും കേരള വിഷൻ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ ഞങ്ങൾക്ക് ചെറിയൊരു വർക്ക് ചെയ്തിട്ട് അത് ഒരു പ്രാവശ്യം ടെലികാസ്റ്റ് ചെയ്തു. പിന്നെ അതിൽ നിന്ന് 10 എണ്ണം സെലക്ട് ചെയ്തിട്ട് വീണ്ടും ടെലികാസ്റ്റ് ചെയ്തു. പിന്നെ ഇങ്ങനെ ഒരു വേദി തന്നു. ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയൊരു അവസരം തന്നെയാണ്. കാരണം വേദികൾ കിട്ടാതെ ഇപ്പോൾ ഒരുപാട് ഫെസ്റ്റിവലുകൾ വരുന്നുണ്ട്. എല്ലാം ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഇൻ്റർവ്യൂസൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. പിന്നെ എൻ്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും എത്തിയിട്ടില്ല. ഇതിൽ സൗണ്ട് ശബ്ദ സംവിധാനം ചെയ്തിട്ടുള്ള ശ്രീശാന്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കൊടുക്കാം. നല്ല ഈ ഫിലിം സൗണ്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി. താങ്ക് യു മനോജ്. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ കഴുത. അടുത്തത് അവസാനത്തെ മൂവി ഈസ് അകം ആൻഡ് ഡയറക്ടർ ഇസ് പ്രേം കുമാർ. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ദി ടു മെമ്പേഴ്സ് ഓഫ് അകം. കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ അകം. കോഴിക്കോട് ജില്ലയിൽ മാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് ഞാൻ. ഞങ്ങൾ സ്കൂളിൽ കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടെ ചെയ്ത ഒരു ചെറിയ വർക്കാണ്. എത്രത്തോളം വിജയമായിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല.
എല്ലാവരും അത് കാണണം. ഒരു അവിവേകമായി പോയെങ്കിൽ ഓർക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇനി ഈ ഒരു 10 ഷോർട്ട് ഫിലിംസും അതിൻ്റെ ഡയറക്ടേഴ്സ് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. കേരള വിഷൻ ബോണോ കെയർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ഇനി ആരൊക്കെയാണ് അവാർഡ്സ് ലഭിക്കുന്നതെന്ന് ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് അറിയാൻ സാധിക്കും. അത് കൂടാതെ ഒരു വലിയൊരു സർപ്രൈസാണ് കേരള വിഷനും ബോണോ കെയറും ചേർന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. ആ ഒരു സർപ്രൈസും ഏതാനും നിമിഷങ്ങൾക്കകം അറിയാൻ സാധിക്കും അവാർഡ് ദാന ചടങ്ങിന് ശേഷം, അല്ലേ? തീർച്ചയായിട്ടും. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ജൂറി, ഒരു നല്ല ജഡ്ജ്മെൻറ്റ് പാനൽ, അത് ഏതൊരു അവാർഡ് നിർണ്ണയിക്കാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടാം, അല്ലല്ലോ റെയിൻ? സോ നമ്മുടെ ജഡ്ജസ് 2 വ്യക്തികളാണ്, വളരെ ടാലൻറ്റഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ്, മിസ്റ്റർ ജയസൂര്യ ആൻഡ് മിസ്റ്റർ ആയില്യൻ. മിസ്റ്റർ ജയസൂര്യ ആൻഡ് മിസ്റ്റർ ആയില്യൻ, ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ 2 ജഡ്ജസും കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ വളരെയധികം പ്രശസ്തരായിട്ടുള്ള 2 മഹത് വ്യക്തികളുടെ മക്കളാണ്. സോ അവരെ വേദിയിലേക്ക് വിളിക്കുന്നതിന് മുൻപായിട്ട് അവരുടെ 2 പേരുടെയും ആ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം പ്ലീസ്. ഒരു കാലത്ത് മലയാള സിനിമയുടെ തിരശീലയിൽ കഥ, തിരക്കഥ, സംഭാഷണം SL പുരം എന്ന് എഴുതി കാണിക്കുമ്പോൾ അത് മലയാളിക്കൊരു ആവേശമായിരുന്നു. ആ ആവേശത്തിന്റെ പ്രതിരൂപമായിരുന്നു SL പുരം സദാനന്ദൻ. ചെറുപ്രായത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന SL പുരം പാർട്ടി പരിപാടികളുടെ മുന്നോടിയായി പാട്ടുകളും ഏകാംഗ നാടകങ്ങളും എഴുതി അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു തന്റെ കലാജീവിതത്തിന് തുടക്കം കുറിച്ചത്. എഴുത്താണ് തന്റെ മാധ്യമമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞതോടെ നാടകം എന്ന രംഗകലയ്ക്ക് മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകി SL പുരം. കാലവർഷം, ലിപി, കാട്ടുകുതിര, അഗ്നിപുത്രി, കല്ലുകൊണ്ടൊരു പെണ്ണ്, സ്നേഹിച്ചു തീരാത്ത പെൺകുട്ടി എന്നിങ്ങനെ നാടകങ്ങളും സിനിമകളുമായി എത്രയോ രചനകൾ. പ്രശസ്ത നാടകമായ കാട്ടുകുതിരയിലെ കൊച്ചുവാവ പോലുള്ള തനി നാടൻ കഥാപാത്രങ്ങളുടെ പച്ചയായ ജീവിത പശ്ചാത്തലങ്ങളായിരുന്നു SL പുരത്തിന്റെ കരുത്ത്. സിനിമാ രംഗത്ത് രാമു കാര്യാട്ട്, ശശികുമാർ, വിൻസെന്റ്, ഭരതൻ, ഹരിഹരൻ, ജോഷി തുടങ്ങിയ പ്രശസ്തരുമൊത്തുള്ള എത്രയോ ഹിറ്റുകൾ. മലയാളത്തിലെ എക്കാലത്തെയും നിത്യഹരിത ചിത്രമായ ചെമ്മീൻ എന്ന സിനിമയുടെ തിരക്കഥ, സംഭാഷണത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ സ്വർണ്ണ മെഡൽ തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ഈ മഹാനായ കലാകാരനെ തേടിയെത്തി. നാൽപ്പതോളം നാടകങ്ങളും 180ഓളം കഥകളും തിരക്കഥകളും കൈരളിക്ക് സമ്മാനിച്ച SL പുരത്തിന്റെ മകനാണ് ശ്രീ ജയസൂര്യ. ആൾറൈറ്റ്, വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. വളരെ പ്രശസ്തരായ മഹത് വ്യക്തികളുടെ മക്കൾ, അദ്ദേഹം ഇവിടെ എഴുതി കാണിച്ചതുപോലെ തന്നെ SL പുരം സദാനന്ദൻ സാറിൻ്റെ മകനാണ് ജയസൂര്യ സാർ. അദ്ദേഹത്തെയും കൂടാതെ ആയില്യൻ സാറിനെയുമാണ് നമുക്ക് ജഡ്ജസായി കിട്ടിയത് എന്നുള്ളത് വളരെയധികം സന്തോഷം നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ആയില്യൻ സാറിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അച്ഛനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കാണാം പ്ലീസ്. ചിത്രകലയിലെ നവോത്ഥാന നായകൻ എന്ന പേരിന് ഏറ്റവും യോഗ്യനായിരുന്നു CN കരുണാകരൻ. ഭാരതീയ ചിത്രകലാ പാരമ്പര്യത്തിന്റെ വഴിയിൽ തന്റേതായ വർണ്ണമുദ്ര ചാർത്തിയ വിശ്രുത ചിത്രകാരൻ. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ, ചിത്രകലാ അധ്യാപകൻ എന്നീ സ്ഥാനങ്ങൾ വഹിക്കുമ്പോഴും പാരമ്പര്യത്തെയും ആധുനിക സങ്കല്പങ്ങളെയും സ്വശൈലിയിൽ സംയോജിപ്പിച്ച അതുല്യനായ പ്രതിഭ. ചിത്രകൂടം എന്ന പേരിൽ കേരളത്തിലെ ആദ്യത്തെ ആർട്ട് ഗാലറി ആരംഭിച്ച് ചരിത്രത്തിൽ ഇടം പിടിച്ചു ഈ കലാകാരൻ.
ബ്രസീൽ, അമേരിക്ക, വിയന്ന എന്നീ ലോകരാഷ്ട്രങ്ങളിൽ എല്ലാം തന്നെ CNN ചിത്രങ്ങളുടെ പ്രദർശനങ്ങൾ നടന്നിട്ടുണ്ട്. അശ്വത്ഥാത്മാവ്, ഒരേ തൂവൽ പക്ഷികൾ, അക്കരെ, പുരുഷാർത്ഥം, ആലീസിന്റെ അന്വേഷണം തുടങ്ങിയ സിനിമകളുടെ കലാസംവിധായകൻ കൂടിയായിരുന്നു CN കരുണാകരൻ. 2014 നമ്മളോടും ഈ കലാജീവിതത്തിനോടും CN വിട പറഞ്ഞപ്പോൾ ആ പാതയിൽ ഇന്നും സജീവമാകുന്നു അദ്ദേഹത്തിന്റെ മകൻ ആയില്യൻ. Alright, so കരുണാകരൻ സാറിൻ്റെ മകൻ ആയില്യൻ സർ ആൻഡ് ഓൾസോ ഞാൻ വളരെയധികം സന്തോഷത്തോടും ഏറെ ബഹുമാനത്തോടും കൂടി തന്നെ ഈ രണ്ട് ഇഷ്ടവ്യക്തികൾ, നമുക്ക് കിട്ടിയ രണ്ട് ജഡ്ജസ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജയസൂര്യ സർ ആൻഡ് നല്ല പടപടാന്ന് നല്ല കൈയടി കൊടുത്തോണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമുക്ക് കിട്ടിയ രണ്ട് ജഡ്ജസിനെ. ജയസൂര്യ സർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ചെയ്ത രണ്ട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ. ഒന്ന് നമ്മളുടെ താരരാജാവ് ലാലേട്ടനെ വെച്ച് ചെയ്തു ഏഞ്ചൽ ജോൺ എന്ന ചിത്രം, പിന്നെ ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടനെ വെച്ച് ചെയ്തു സ്പീഡ് എന്ന ചിത്രം. ഈ രണ്ട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെയും സംവിധായകനായ ജയസൂര്യ സാർ ഇവിടെ വേദിയിൽ നിൽക്കുമ്പോൾ ആദ്യം ജയസൂര്യ സാറിനോട് ചോദിക്കാം, എന്താണ് പറയാനുള്ളത് ഇപ്പോൾ? നമസ്കാരം. കേരള വിഷൻ്റെ ഈ പ്രോഗ്രാമിൽ ജഡ്ജായിട്ട് വിളിച്ചത് എൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ സോണിയാണ്. സോണി വിളിച്ച് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ഒരു അസൗകര്യം പോലെ പറഞ്ഞപ്പോൾ പുള്ളി എന്നെ പെട്ടെന്ന് പറഞ്ഞു, ഷോർട്ട് ഫിലിമാണ്, വളരെ ചെറിയ സാധനമാണ്, പെട്ടെന്ന് തീരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് കണ്ടു തുടങ്ങിയപ്പോൾ ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇമ്മിണി വലിയ ഫിലിംസാണിതെന്ന് മനസ്സിലായി. കാര്യം ഓരോ 10 സിനിമയിലെ ഓരോ സിനിമയും നമ്മൾ കാണുമ്പോഴും നമ്മൾ കൺഫ്യൂഷനാണിത്. എത്ര പ്രാവശ്യം കണ്ടു എന്നുള്ളത് എനിക്കും അയിലിനും ഉറപ്പിൽ കാണില്ല. കാര്യം അത്രയും പ്രാവശ്യം ഇത് കാണേണ്ടി വന്നിട്ടുണ്ട്. കാര്യം നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് വരുമ്പോൾ അതിങ്ങനല്ലേ അങ്ങനല്ലേ എന്നുള്ള ചോദ്യങ്ങൾ വരും. നമ്മുടെ മനസ്സിൽ തന്നെ തോന്നും, നമ്മൾ വീണ്ടും കാണും. അങ്ങനെ കണ്ട് അവസാനം ഇതിനിടയ്ക്കൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നമ്മളെ ഇത്രയധികം ഇതിനകത്തോട്ട് ആകർഷകരാക്കിയത് അല്ലെങ്കിൽ നമുക്കിതിന് ഒരു ജീവൻ നൽകിയത് കേരള വിഷൻ്റെ ഇതിൻ്റെ ഒരു മോഡ് ഓഫ് ഇതിൻ്റെ ഒരു പ്രവർത്തനമാണ്. കാര്യം ഒരു സത്യസന്ധമായ ഒരു ആത്മാർത്ഥമായ ഒരു സഹകരണവും ഒരു എന്താ പറയുക, നമുക്ക് വേണ്ട എൻത്യൂസിയാസം അവർ തരികയും ചെയ്തിരുന്നു, പ്രോത്സാഹനം അവർ തന്നിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം ഇതിനകത്ത് വളരെ ഇൻറ്റൻസായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചതും ഇതിനു വേണ്ടി ഇത്രയധികം സമയം കണ്ടെത്തിയതും. ഓരോ സിനിമ കാണുമ്പോഴും ആ സിനിമയാണോ ഈ സിനിമയാണോ എന്ന് നോക്കി ഇതൊന്നും മോശം സിനിമകളല്ല, അത് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ ഒരു ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് ഒക്കെ ഇതിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചില കുറവുകൾ അവിടെ ഇവിടെയൊക്കെ കണ്ടുപിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു പ്രൈസാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൈസ് ആരെയും താഴ്ത്തിക്കെട്ടാനോ ആരെയും ഉയർത്തി കാണിക്കാനോ അല്ല. നിങ്ങളെല്ലാവരും നല്ല സിനിമകളാണ് ചെയ്തിരിക്കുന്നത്, ഇത് വെറുതെ പറയുന്നതല്ല. നമ്മൾക്ക് പല സ്ഥലത്തും പ്രത്യേകിച്ചും ചൈൽഡ് ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഒരു സെലക്ഷൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ സിനിമകളിലും ദൈവത്തിൻ്റെ കല്ല്, അതുപോലെ തന്നെ പിന്നെ കറുത്ത പച്ച, പേരൊക്കെ എനിക്ക് ഓർമ്മ വരുന്നില്ല, ഇത്രയും 10 സിനിമകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ നല്ല രസമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. നമ്മളവിടെ വളരെ കൺഫ്യൂഷനായിരുന്നു. നമ്മൾ പിന്നെ മാതള നാരങ്ങയിലെ കുട്ടി എല്ലാവരും നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് അധികം ഇമ്മിണി കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഇതിനകത്ത് വേറെ ഒരു ഇടപെടലുകളും ഉണ്ടായിട്ടില്ല. ഞാനും അയിലനും മാത്രമാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളിവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ പറയാനുള്ളൂ. വളരെ സന്തോഷം. പ്രത്യേകിച്ചും കേരള വിഷൻ്റെ ഇങ്ങനൊരു സംരംഭം. കാര്യം ഒരുപാട് പുതിയ ആൾക്കാരെ നമുക്ക് കാണാനും പരിചയപ്പെടാനും ഇത്രയധികം ടാലൻസ് ഇരിപ്പുണ്ടെന്നുമുള്ള കാര്യം ഷോർട്ട് ഫിലിം ചെയ്യാമെന്ന് പറയുന്നൊരു ഫീച്ചർ ഫിലിം ചെയ്യുന്നവർ എളുപ്പമുള്ള കാര്യമല്ല. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അതിനകത്തൊരു തിങ്കിങ് പ്രോസസ്സുണ്ട്. വളരെ ചെറിയ ക്യാപ്സൂൾ രൂപത്തിൽ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ തരേണ്ടതുണ്ട്. അതൊക്കെ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം ഇങ്ങനൊരു പരിപാടിയിൽ ജഡ്ജായിട്ട് വരാൻ കഴിഞ്ഞതിൽ തന്നെ. താങ്ക് യു. ഒരു കാര്യം കൂടിയുള്ളത്, സാർ പുതിയൊരു പ്രോജക്റ്റിൻ്റെ പണിപ്പുരയിലാണെന്ന് അറിയാൻ സാധിച്ചു. അത് അനൗൺസ് ചെയ്യാവോ, ഇപ്പോൾ ഒന്ന് പറയാവോ? ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഒക്കെ പ്രൊഡ്യൂസർ ചെയ്യേണ്ടതാണ്. എന്നാലും എനിക്ക് 2 സിനിമകളാണ് ഉടനെ ഏപ്രിലിൽ തുടങ്ങുന്നത്. അത് ഞാൻ സ്ക്രിപ്റ്റാണ്. അതിന് ഡയറക്റ്റ് ചെയ്യുന്നത് സന്തോഷ് എന്ന് പറയും, മണിരത്നം സിനിമ ചെയ്ത ഡയറക്ടർ. അത് ധ്യാൻ ശ്രീനിവാസ് ഹീറോ ആയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ ഓഗസ്റ്റിൽ ദിലീപ് ഹീറോ ആയിട്ടുള്ളൊരു പടം ഷിബു തമീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ അവരുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് അവരുടെ ഇതിൽ നിന്ന് വരും.
ബെസ്റ്റ് വിഷസ്. ഇനി അവിടെ സാറിന് അസിസ്റ്റ് ചെയ്യാൻ ഇവിടെ നിന്ന് തന്നെ ഡയറക്ടേഴ്സ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഇവിടെ തന്നെ ഉണ്ട്, ആക്ടേഴ്സ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ അവരെ ചൂസ് ചെയ്യാൻ സാധിക്കുമോ? സാറിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഉണ്ട് ഇപ്പോൾ ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടേഴ്സ്. അസിസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ ഇപ്പോൾ ഇവരൊക്കെ? ഈ MBA-കാരെ കൂട്ടുമുട്ടിയിട്ട് നടക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ കൂട്ടുമുട്ടിയിട്ട് ഇപ്പോൾ സിനിമ ഫീൽഡിൽ നടക്കാൻ വയ്യ. അത്രയും പ്രശ്നം അവിടെ. സാറിനെ കുറിച്ച് പറയാം. TV ചന്ദ്രൻ എന്ന വലിയൊരു ഡയറക്ടറിൻ്റെ കൂടെ 4 മൂവീസ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പീരിയൻസ് പറയാമോ? ആദ്യം തന്നെ കേരള വിഷൻ്റെ ഈ എല്ലാവിധ ആശംസക്കാരും എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിൽ വളരെ സന്തോഷം. TV ചന്ദ്രൻ സാറിൻ്റെ എന്ന് പറയുമ്പോൾ ഷൈനും വിഷ്ണുവും ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ചന്ദ്രൻ സാറിൻ്റെ അടുത്തേക്ക് ആദ്യം അടുക്കാൻ ഒന്ന് പേടിക്കും. അപ്പോൾ അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ സഹായിയായി നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാമെന്നുള്ളൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ടൊക്കെയാണ് നിൽക്കാറ്. പക്ഷേ നമുക്ക് സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിനിമ പഠിക്കാൻ ഒരു സ്കൂൾ മതി. ഞാൻ TV ചന്ദ്രൻ സാറിൻ്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഇവിടെ നിൽക്കുമ്പോഴും എൻ്റെ സിനിമയും ഈ മലയാളത്തിൽ അടുത്ത് തന്നെ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട്. ആ ഉറപ്പ് തന്നത് എൻ്റെ ഗുരുനാഥനായ TV ചന്ദ്രൻ സാറ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അവാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൊഡ്യൂസറായ സോണിയെ വിളിച്ചിട്ടാണ് ഞാനും അവിടെ എത്തിയത്. സോണിയോട് വളരെ അടുത്തൊരു സുഹൃത്തായതുകൊണ്ട് ഞാൻ വളരെ പേഴ്സണലായിട്ട് നമ്മൾ ചോദിച്ചു, സോണി വല്ല കാശൊക്കെ മേടിച്ചിട്ടാണോ ഇത് നടക്കണേ, വെറുതെ തല്ലുകൊള്ളുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സോണി പറഞ്ഞു ഇല്ല, ഇത് നമ്മളായിട്ട് ഒരു ബന്ധവുമില്ല. എന്നാലും ഒരു സംശയം ഉണ്ടായിരുന്നു. അവസാനം വരെ ഞങ്ങൾക്ക് രണ്ടുപേർക്കൊരു പേടിയുണ്ടായിരുന്നു. ജയസൂര്യ സാർ പറഞ്ഞ പോലെ ഇതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഞങ്ങൾക്ക് രണ്ടുപേരിൽ തന്നെയാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് കഴിഞ്ഞിട്ട് പരിഭവങ്ങളും പിണക്കങ്ങളും ഒന്നും കേരള വിഷനോട് പറയണ്ട, ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഞങ്ങൾ തല കുമ്പിട്ടിരുന്ന് കേൾക്കാൻ തയ്യാറാണ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, സോ രണ്ടുപേരുടെയും കമ്മിങ് പ്രോജക്ട്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു. മാത്രമല്ല വേറൊരു കാര്യം കൂടി പറയാനുള്ള, കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ അതിൽ പങ്കെടുത്തിരുന്ന രണ്ട് വ്യക്തികൾ ഫിലിം ചെയ്തു, മൂവി ചെയ്തു, അത് സൂപ്പർ ഹിറ്റായി. അതിലൊരാളായിരുന്നു ലിജു തോമസ്, അദ്ദേഹത്തിൻ്റെ മൂവിയുടെ പേര് കവി ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ ആൾ ഷാനവാസ്, അദ്ദേഹത്തിൻ്റെ മൂവിയുടെ പേര് ക്രിസ്മസ്. സോ ഇത് രണ്ടുപേരും കഴിഞ്ഞ വർഷം ഈ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്ത കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. സോ പറയാൻ പറ്റില്ല, ഇന്ന് ഈ 10 കണ്ടസ്റ്റൻസിൽ ചിലപ്പോൾ നിങ്ങളും സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്ററൊക്കെ സൃഷ്ടിക്കാൻ സാധിച്ചേക്കും. സോ അവർക്കും ആശംസകൾ നേരുന്നു. Kerala Vision Short Film Festival 2016. ഇനി അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഒരു ഡാൻസും കൂടി ആയാലോ? ഒരു ഡാൻസ് സ്നേഹയുടെ. Yeah? So give them a big round of applause. She's coming over here. An amazing performance. Kerala Vision Bono Care Short Film Festival 2016 വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് അനൗൺസ് ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു സമയം എത്തി നിൽക്കുമ്പോൾ കണ്ടസ്റ്റൻസ് എത്രത്തോളം ഈ ഒരു പെർഫോമൻസ് ആസ്വദിച്ച് കാണുമെന്ന് അറിയത്തില്ല. ഐ ഹോപ്പ് ഓൾ ഓഫ് യു എൻജോയ്ഡ് ദിയർ പെർഫോമൻസ്. ദാറ്റ് വാസ് റിയലി അമേസിങ്. അല്ല, ഇനി കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സർപ്രൈസിൻ്റെ കാര്യം ഒരിക്കൽ കൂടി റിമൈൻഡ് ചെയ്യുകയാണ്. ഒരിക്കലും ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലും ഇതുവരെ നൽകാത്ത ആ ഒരു ഗിഫ്റ്റ്, ഒരു വലിയൊരു ഗിഫ്റ്റാണ് ഈ ഒരു സമയം ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഇന്ന് ഇവിടെ നൽകാൻ പോകുന്നത്. ആ ഒരു സർപ്രൈസാണ്. അവാർഡ് ദാന ചടങ്ങിന് ശേഷമായിരിക്കും അത് ചെയ്യാൻ പോകുന്നത്. അത് ഏറ്റവും അവസാനമാണ് നമ്മൾ ആ സസ്പെൻസ് പറയാൻ പോകുന്നത്. പക്ഷേ അതിന് മുൻപായി നമുക്ക് കുറച്ച് അവാർഡ് കൊടുത്തയക്കാനുണ്ട്. സോ ഞാൻ ഒന്നും കൂടെ നമ്മുടെ ഷോർട്ട് ഫിലിംസിൻ്റെ പേരുകൾ പറയാം. ഘർ വാപ്പസി, നടപ്പാത, കാണുന്നുണ്ടോ പപ്പ, നേർച്ച, മാതള നാരങ്ങ, കറുത്ത പൂച്ച, കറുത്ത പച്ച, കോൺവെക്സ്, കഴുത, അകം, ദൈവത്തിൻ്റെ കല്ല്. അതെ, ഏറ്റവും മികച്ച 3 ചിത്രങ്ങൾക്കാണ് കേരള വിഷൻ ബോണോ കെയർ ക്യാഷ് അവാർഡ് നൽകുന്നത്. ബാക്കിയുള്ള എല്ലാ ചിത്രങ്ങൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളുമുണ്ട്. 3 ചിത്രങ്ങൾ കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ക്യാമറാമാൻ, ബെസ്റ്റ് സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ്, ബെസ്റ്റ് സ്പെഷ്യൽ ജൂറി അവാർഡ് എന്നീ വിഭാഗങ്ങൾക്കുള്ള വിജയികൾക്കും ഇപ്പോൾ അറിയാൻ സാധിക്കും ആരാണെന്ന്. അവർക്കുള്ള അവാർഡാണ് നൽകാൻ പോകുന്നത്. ആദ്യം ഏറ്റവും നല്ല 3ാമത്തെ സിനിമയ്ക്കുള്ള ദ ബെസ്റ്റ് 3rd ഫിലിമിനുള്ള അവാർഡാണ് ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത്.
സോ അത് പ്രഖ്യാപിക്കുന്നതിന് മുൻപായിട്ട് ആ ഒരു കാര്യം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബിബിൻ ആൻഡ് വിഷ്ണു. ആക്ച്വലി ഇന്ന് മലയാള സിനിമയിൽ അല്ലെങ്കിൽ മലയാള സിനിമാ പ്രേക്ഷകർ എല്ലാവരും ചർച്ച ചെയ്യുന്ന 2 പേരുകളാണ് ബിബിൻ ആൻഡ് വിഷ്ണു. അമർ അക്ബർ അന്തോണി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് നമ്മളെല്ലാവരും നെഞ്ചിലേറ്റിയ ആ സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തുക്കൾ. ഇന്ന് അവരുടെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ചിത്രം, രണ്ടും സൂപ്പർ ഹിറ്റ് ആയപ്പോൾ 2 പേരും തിരക്കഥാകൃത്തുക്കൾ, ഈ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ്റെയും തിരക്കഥാകൃത്തുക്കളും ഇവർ 2 പേരും തന്നെയാണ് വിഷ്ണുവും ബിബിനും ജോർജും. ഇതിൽ വിഷ്ണു ആണ് കട്ടപ്പനയിലെ ഋത്തിക് റോഷനിലെ സഹോ അല്ലേ? കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ വിഷ്ണു ആണ്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ നിറഞ്ഞ കയ്യടികളോടെ ബിബിൻ ജോർജിനെയും വിഷ്ണു ഉണ്ണികൃഷ്ണനെയും. സോ നമുക്ക് മൂന്നാമത്തെ ദ ബെസ്റ്റ് തേർഡ് ഷോർട്ട് ഫിലിം ആരാണെന്നുള്ള അനൗൺസ് ചെയ്യാൻ പോകും. ആക്ച്വലി കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ചെയ്തു കഴിഞ്ഞു, നായകനായിട്ട് ചെയ്തു കഴിഞ്ഞു. തീർച്ചയായിട്ടും ബിബിനും ആഗ്രഹമുണ്ട് അഭിനയിക്കാൻ. അതാണ് സിനിമയിൽ അല്ലേ അൾട്ടിമേറ്റ് ലക്ഷ്യം, അഭിനയിക്കുക. അപ്പോൾ ഇനി എന്താണ്, ആലപ്പുഴയിലെ അമീർ ഖാനാണോ അടുത്ത ചിത്രം അദ്ദേഹത്തിന്? അല്ല, ഞാനിപ്പോൾ റാഫി സാറിൻ്റെ ഫഹദ് നായകനെന്ന പടത്തിൽ വില്ലൻ വേഷം ചെയ്യുന്നുണ്ട്. ഓ, നല്ലൊരു കയ്യടി കൊടുക്കാം. അപ്പോൾ ബിബിനും സ്ക്രീനിലേക്ക് വന്നിരിക്കുകയാണ്. പറയാം, അനൗൺസ് ചെയ്യാം അല്ലേ. ബെസ്റ്റ് തേർഡ് ഷോർട്ട് ഫിലിം ഏതാണ്? മനോജ് പട്ടത്തിൽ. Kerala Vision Bono Care Short Film Festival Best Third Film. ആരാധികൾ ഹസു, നീ നിനക്കെന്റെ പേര് ഓർമ്മ വേണ്ട, അബദ്ധം കാണിക്കരുത് വാസു. Best Third Film Karuda. Alright, so best third short film goes to Manoj Padatil for the movie Karuda. Once again, congratulations Manoj Padatil. And ഈ ഒരു സമയം I request you to stay back. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. So I request you to speak a few words, both of you. വിഷ്ണു ഇതുവരെ ഒന്നും സംസാരിച്ചില്ല. നമസ്കാരം. ഞാൻ ഷോർട്ട് ഫിലിമിലൊക്കെ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് ചെയ്യുന്നതാണല്ലോ ഷോർട്ട് ഫിലിം. എന്തായാലും ഇങ്ങനെ ഒരുപാട് പേര് പങ്കെടുത്ത മത്സരത്തിൻ്റെ വിധിയും കാത്ത് കുറേ പേര് ഇവിടെ ഇപ്പോൾ ഉണ്ട്. അതിൽ വരാൻ സാധിച്ചതിൽ നമുക്കും വളരെ സന്തോഷം. പിന്നെ കട്ടപ്പനയിൽ ഋത്തിക് റോഷൻ കാണാത്തവരൊക്കെ പോയി കാണണം കേട്ടോ. താങ്ക് യു. വെരി സിമ്പിൾ ആൻഡ് ഹംബിൾ ആക്ടർ അല്ലേ വിഷ്ണു? ഓൾ ദി വെരി ബെസ്റ്റ്. നൗ നമുക്ക് ആ ഒരു സെറമണി നടത്താം അല്ലേ. I request you to hand over, both of you to hand over the memento to Manoj Padatil. Once again, congrats Manoj and for your short film Karuda. ഇനി വേദിയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ക്ഷണം സ്വീകരിച്ച് ഒരുപാട് തിരക്കുകളുള്ള വ്യക്തികളാണ് 2 പേരും. താങ്ക് യു സോ മച്ച്. 2 പേരും വളരെയധികം തിരക്കുകളുള്ള വ്യക്തികളാണ്, ബിബിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണനും. തീർച്ചയായിട്ടും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് 2 പേർക്കും ഞങ്ങളുടെ വക ഒരു ചെറിയൊരു സ്നേഹോപഹാരം നൽകാൻ ആഗ്രഹമുണ്ട്. പ്ലീസ്. സ്നേഹോപഹാരം നൽകുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന മിസ്റ്റർ അബൂബക്കർ സിദ്ദിഖ്, KCCL ചെയർമാൻ. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിക്കുന്നുണ്ട് ഈ 2 പേരെയും. 2 കൊച്ചു മിടുക്കന്മാർക്കും ഞങ്ങൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് പ്രോജക്ട്സ് ഓൾസോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. ഐ റിക്വസ്റ്റ് യു ടു ടേക്ക് എ സീറ്റ്. ഇനി അടുത്തത് നമ്മളിവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നു ദി ബെസ്റ്റ് സെക്കൻഡ് ഷോർട്ട് ഫിലിം. ദി ബെസ്റ്റ് സെക്കൻഡ് ഷോർട്ട് ഫിലിം ആരുടെയാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട്, അത് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യാതൊരു ഇൻട്രൊഡക്ഷൻ്റെയും ആവശ്യമില്ല. തീർച്ചയായിട്ടും സിനിമാ മേഖലയിലേക്ക് വന്നത് ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടാണ്. പിന്നീട് നമ്മളെ എല്ലാവരെയും സപ്പോർട്ടിംഗ് റോൾസ് ഒരുപാട് ചെയ്തു. പിന്നെ അതിനുശേഷം ലീഡ് റോൾ ഇതിഹാസ എന്ന ഒരു സൂപ്പർ ഹിറ്റ് മൂവിയിൽ ലീഡ് റോൾ ചെയ്തു. ഇപ്പോൾ ഒരുപാട് കൈ നിറയെ ചിത്രങ്ങളാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഷൈൻ ടോം ചാക്കോയെ വേദിയിലേക്ക് നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. So you are here to announce the best second short film. Announce them, please. മാതള നാരങ്ങ, അനിൽ പറക്കാട്. Kerala Vision Bono Care Short Film Festival Best Second Film. അപ്പു, നീ ചോദിച്ചത് പോംഗ്രാനൈറ്റ് എന്താന്നല്ലേ? എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇനി അല്പസമയത്തിനകം ഹിന്ദിയിൽ വാർത്തകൾ കേൾക്കാം. എടി രാഗിണി, ആ റേഡിയോ ഒന്ന് ഓഫാക്കി വെച്ചേ. കുട്ടി പഠിക്കുന്നത് കണ്ടില്ലേ? പിന്നെ അവള് പഠിച്ച് കളക്ടർ ആവാൻ പോവല്ലേ. അമ്പിയേ, മോളെ നീ എങ്ങടാ? കണ്ടില്ലേ, ദേ ഇപ്പൊ അവളുടെ വയറുവേദന മാറി. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മാതള നാരങ്ങയുടെ ഇംഗ്ലീഷ് എന്താ? അമ്മേ ദേവിയേ. Best Second Film മാതള നാരങ്ങ. Kerala Vision Bono Care Short Film Festival Best Second Film. So the best second film award goes to Anil Parakkad for the short film Madala Naranga. Congrats, Anil. Anil, once again, congratulations. And now you can take your seats. Thank you so much. Congrats. ഇനി ഷൈനേട്ടാ 2 വാക്ക് സംസാരിക്കും, ഞങ്ങൾക്ക് കേൾക്കണം ആ മധുര ശബ്ദം. എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഷോർട്ട് ഫിലിമുകളിൽ ഡെയിലി ഓരോ ഷോർട്ട് ഫിലിമുകൾ ഇറങ്ങുകയാണ്. ഇപ്പോൾ പടങ്ങളെക്കാട്ടും നല്ല ക്വാളിറ്റിയുള്ള ഷോർട്ട് ഫിലിംസാണ് ഇപ്പോൾ കേരളത്തിൽ ഇറങ്ങുന്നത്. കേരളത്തിലല്ല, പൊതുവേ. ഞാനും നിങ്ങളെല്ലാവരും അറിയപ്പെടുന്ന ഇതിഹാസ എന്ന് പറയുന്ന ചിത്രവും തുടങ്ങുന്നത് ഒരു ഷോർട്ട് ഫിലിമിലൂടെയാണ്. ബിനു, അതിൻ്റെ സംവിധായകൻ ബിനു പടം ചെയ്യാനായിട്ടുള്ള ആഗ്രഹമായിട്ട് കുറേ കാലമായിട്ട് നടക്കുന്നു ഒരു കഥയും കൊണ്ട്. പക്ഷെ പലരെയും സമീപിക്കുമ്പോഴും പല പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് കഥ പറയുമ്പോഴും എന്താണ് ബിനുവിൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ചോദിച്ചിരുന്നത്. ബിനു ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറാണ്. വേറെ സിനിമയുമായിട്ട് യാതൊരു പരിചയങ്ങളൊന്നുമില്ല. അപ്പോൾ കഥ എങ്ങനെ കൺവിൻസ് ആയാലും ബിനു ഒരു പടം ചെയ്യാൻ പറ്റുമോ എന്ന്, ബിനുവിൻ്റെ കാഴ്ചയിലും അതൊരു ചെറിയൊരു പയ്യനാണ്, പടം ചെയ്യാൻ പറ്റുമോ എന്ന് ആർക്കും കൺവിൻസ്ഡ് ആവുന്നില്ല. അങ്ങനെയാണ് ബിനു ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം, ഷോർട്ട് ഫിലിം ചെയ്ത് ഒന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പടം ചെയ്യാൻ ഒരു പ്രൊഡ്യൂസറെ കിട്ടും എന്നുള്ള ധാരണയിലാണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം എന്ന് പുള്ളി തീരുമാനിക്കുന്നത്. അങ്ങനെ എൻ്റെ അടുത്ത് വന്നു, ബിനു ഷൈൻ നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാം, അതിൽ ഒരു ക്യാരക്ടർ ചെയ്യണം. അപ്പോൾ ഞാൻ ബിനുവിൻ്റെ അടുത്ത് പറഞ്ഞു ഷോർട്ട് ഫിലിം ചെയ്യാം, പക്ഷെ പടം ചെയ്യുമ്പോൾ ഞാൻ തന്നെ ചെയ്യും എന്ന് പറഞ്ഞു ബിനുവിൻ്റെ. അപ്പോൾ അങ്ങനെ ബിനു ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. അത് ഇതിഹാസമായിട്ട് ബന്ധമില്ല ആ ഷോർട്ട് ഫിലിമിന്. പക്ഷെ ആ ഷോർട്ട് ഫിലിം കഴിഞ്ഞപ്പോൾ അതിൻ്റെ 2 ദിവസത്തെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ബിനുവിന് അത്യാവശ്യത്തിന് പണി അറിയാവുന്ന ഒരു പണിക്കാരനാണ്, അല്ലെങ്കിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയി നിൽക്കുന്ന ഒരാളെ നമുക്ക് ആദ്യമേ കാണുമ്പോൾ തന്നെ തിരിച്ചറിയും. ആദ്യത്തെ 5 മിനിറ്റ് കൊണ്ട് അവൻ കഥ പറയുമ്പോൾ അറിയും. പിന്നെ അവൻ മേക്കിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ബിനുവിൻ്റെ കൂടെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമുണ്ട്. എന്തിനും റെഡിയായിട്ട്, കുളത്തിൽ ചാടണമെങ്കിൽ ചാടാം, തെങ്ങിന്മ കയറണമെങ്കിൽ കയറാം, റെഡിയായി നിൽക്കുന്ന ഒരു ടീം. ആ ടീമിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ബിനു അത് ചെയ്തത്. പടവും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ഓരോ ഷോർട്ട് ഫിലിമിലും, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത പടമാണ്, ഷോർട്ട് ഫിലിമിൽ നിന്ന് സെലക്ട് ചെയ്തതാണ് കവി ഉദ്ദേശിച്ച് ചെയ്തതെന്ന് പറഞ്ഞു. ഇപ്പോൾ ബിപിൻ പറയുമായിരുന്നു അതിൻ്റെ മേക്കിംഗ് ഇത് രമണിയേച്ചിയുടെ നാമത്തിൽ എന്നാണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. കിണറ്റിൻ്റെ അകത്താണ് അത് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞത്. അതായത് വെള്ളമുള്ള കിണറ്റിൻ്റെ അകത്ത് ഒരു ആക്ടറും ഒരു പാമ്പും കൂടിയിട്ടുള്ള സ്ട്രഗിളും പരിപാടികളൊക്കെയാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ചു ശരിക്കുള്ള കിണറാണ്. ആ ശരിക്കുള്ള കിണർ, ശരിക്കുള്ള പാമ്പ്, ശരിക്കുള്ള ആക്ടർ. അപ്പോൾ അതെങ്ങനെ ഷൂട്ട് ചെയ്തതെന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കറിയാം ഒരു കിണറിന് കിണറ്റിൻ്റെ അകത്ത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുക, നമ്മൾ സെറ്റ് ഇട്ടിട്ടൊക്കെയാണ് സാധാരണ ചെയ്യുക. അപ്പോൾ
അപ്പോൾ അങ്ങനത്തെ ടെക്നീഷ്യന്മാരാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും പടം ചെയ്യണം. നിങ്ങളാണ് ഇനി പുതിയ പുതിയ സംവിധായകരുണ്ടാവേണ്ടത്. ഞാൻ ചാപ്പാക്കുരിശ് എന്നുള്ളൊരു പടത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സമീർ തായർ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് സമീറിൻ്റെ ആദ്യത്തെ പടമായിരുന്നു, നമുക്കിത് 5D ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ സമീർ ഒരു പ്രധാന കാരണം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരെ അലട്ടുന്ന മെയിൻ പ്രശ്നം ഒരു ക്യാമറ കിട്ടുക എന്നുള്ളതാണ്. ഒരു ക്യാമറയുടെ വാടക, അല്ലെങ്കിൽ ഒരു മൂവി ക്യാമറ, ആരി പോലെയുള്ള ഒരു ക്യാമറയൊക്കെ കിട്ടാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഫിലിം ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് മെയിനായിട്ടുള്ള ബുദ്ധിമുട്ട്. ആക്ടേഴ്സിനെയോ അല്ലെങ്കിൽ ലൊക്കേഷനോ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൂടെയുള്ളവരെ നിർത്താം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഇനി വരുന്ന ചെറുപ്പക്കാർക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി 5D തിരഞ്ഞെടുത്തത്. അതുവഴിയാണ് ഇത്രയും ജനകീയമായതെന്ന് തോന്നുന്നു ഷൂട്ടിങ്ങിൻ്റെ പ്രോസസ്സും. അപ്പോൾ സമീർ അന്ന് എടുത്തൊരു തീരുമാനമാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് ചെറുപ്പക്കാർക്ക് പ്രേരണയായത് പടങ്ങൾ ചെയ്യാനും ഷോർട്ട് ഫിലിം ചെയ്യാനും. അപ്പോൾ ഇനി നിങ്ങളും ഭാവിയിൽ പടങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ പിന്നിൽ വരുന്ന ആളുകളെ കൂടി കണ്ടുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും. അത് താരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ, ഫിലിം എപ്പോഴും ഡയറക്ടറുടെ കലയാണ്. ആക്ടർക്ക് അഭിനയം എന്ന് പറയുന്നത് ഫിലിമിൽ കൂടെ മാത്രമല്ല, അതിന് സ്റ്റേജ് ഉണ്ട്, നാടകങ്ങളുണ്ട്, ബാക്കി പെർഫോമൻസ് ഉണ്ട്. പക്ഷേ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും അത് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഫിലിം എന്ന് പറയുന്നത് ഡയറക്ടറുടെ കഴിവാണ്. അപ്പോൾ നല്ല ഡയറക്ടേഴ്സ് ഉണ്ടാവണം, എന്നാലേ ഇൻഡസ്ട്രി വളരുള്ളൂ, സിനിമ വളരുള്ളൂ. താരങ്ങളുണ്ടായാൽ സിനിമ വളരില്ല, അല്ലെങ്കിൽ ഇൻഡസ്ട്രി വളരില്ല. നല്ല ഡയറക്ടേഴ്സാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഇവിടെ വിജയർക്ക്. താങ്ക് യു. എക്സ്ക്യൂസ് മീ, പോവല്ലേ, ഒരു ഡൗട്ടും കൂടി. ആക്ച്വലി ഞങ്ങളൊരു സ്നേഹോപഹാരം കൂടെ നൽകാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ നേരത്തെ ഇപ്പോൾ സംസാരിച്ചല്ലോ, ഡയറക്ടറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഒരു ഡൗട്ടുള്ളത്, ഒരു സിനിമ ചെയ്യുമ്പോൾ എന്താണ് ഷൈൻ്റെ അഭിപ്രായത്തിൽ, അതിൽ ഡയറക്ടറിനാണോ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിനാണോ, അതല്ലെങ്കിൽ ആക്ടേഴ്സിനാണോ, എന്താണ്? ഡയറക്ടറാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളെ. ഡയറക്ടറാണ് കിങ് മേക്കർ, അല്ലെങ്കിൽ അതിൻ്റെ മേക്കർ. കാരണം ഫിലിം എപ്പോഴും ഡയറക്ടറുടെ കലയാണ്. ഇപ്പോൾ എഴുത്തുകാരനും പ്രാധാന്യം ഉണ്ടെങ്കിലും എഴുത്തുകാരന് വേറെ ഒരുപാട് കലകളുണ്ട്. പുസ്തകങ്ങളുണ്ട്, ചെറുകഥകളുണ്ട്, നോവലുകളുണ്ട്. അപ്പോൾ അവൻ്റെ എഴുത്തെന്ന് പറയുന്ന പൂർണ്ണരൂപം പുസ്തകമാണ്. അപ്പോൾ ഫിലിമിൻ്റെ പൂർണ്ണരൂപം ഉണ്ടാക്കുന്നത് എപ്പോഴും ഡയറക്ടറാണ്, അല്ലെങ്കിൽ ഡയറക്ടറാണ് ഫിലിം. പിന്നെ ആക്ടർ ഒക്കെ ബാക്കി എല്ലാം അതിൽ സംഗീതമാണെങ്കിലും എഡിറ്റ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും എഴുത്താണെങ്കിലും എല്ലാം അതിന് സംവിധായകനാണ് ഉപയോഗിക്കുന്നത്. സംവിധായകൻ അവരെല്ലാം ഉപയോഗിച്ചിട്ട് സംവിധായകൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഫിലിം. അപ്പോൾ എപ്പോഴും കിങ് മേക്കർ ഡയറക്ടർ തന്നെയാണ്. മാത്രമല്ല, ഒരു ഡയറക്ടറിനെ നല്ലൊരു തിരക്കഥ കണ്ടുപിടിച്ച് അത് ചെയ്യാൻ പറ്റുള്ളൂ, അത് മനസ്സിലാക്കാം. ഒരു കൊച്ചുകുട്ടിക്ക് പറഞ്ഞു തന്ന പോലെ എനിക്കിങ്ങനെ പറഞ്ഞു തന്നത്. ഫ്യൂച്ചർ പ്രോജക്റ്റ് അനീഷ് ഉപാസനയുടെ ഒപ്പം ആണോ? അത് റിലീസായി സെപ്റ്റംബറിൽ. അടുത്തത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ടിയാൻ എന്ന് പറയുന്ന ഒരു പടം. തുടങ്ങാനുള്ളത് ഒരു നക്ഷത്രമുള്ള ആകാശം എന്നുകൊണ്ട് സുനീഷ് ബാബു, അജിത്തൊക്കെ ചെയ്യുന്ന 2 പുതിയ സംവിധായകരാണ്. ഞാനാ? ഇല്ല, ഡയറക്ടർ അത്യാവശ്യത്തിന് കഴിവുള്ളവരും, അല്ലെങ്കിൽ അത് ഡയറക്ടറുടെ പണി അറിയാവുന്നത് കൊണ്ട് ഡയറക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതിന് താല്പര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അത്രയും ഹാർഡ് വർക്ക് ആയിട്ടുള്ള ഒരു ജോലി ലോകത്ത് അറിയില്ല. ഓക്കെ, അപ്പോൾ അത് ഇവിടുത്തെ ഡയറക്ടേഴ്സിനൊക്കെ അതൊരു ക്രെഡിറ്റ് ആണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞ കാര്യം. എനിവേ, ഞങ്ങൾക്ക് ചെറിയൊരു സ്നേഹ ഉപഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ പ്രവീൺ മോഹൻ, KCBL ചെയർമാൻ. താങ്ക് യു സോ മച്ച്. ഇനി നമ്മളെല്ലാവരും ഇത്രയും നേരം ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു നിമിഷം, ദി ബെസ്റ്റ് ഷോർട്ട് ഫിലിം. We all were eagerly waiting for this moment. The best short film ഏതാണ് എന്ന് ഇപ്പോൾ അറിയാം. അത് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം. വളരെ പ്രശസ്ത ഡയറക്ടർ സലാം ബാപ്പു. അദ്ദേഹം സൂപ്പർ താരങ്ങളെ വെച്ച് സിനിമ ചെയ്ത വ്യക്തിയാണ്. താരരാജാക്കന്മാർ സിനിമയുടെ നെടുംതൂണുകളായ മോഹൻലാൽ സാറിനെയും മമ്മൂട്ടിയെയും വെച്ച് സിനിമ ചെയ്ത സലാം ബാബു. റെഡ് വൈൻ, അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ പേര് റെഡ് വൈൻ, മംഗ്ലീഷ് അദ്ദേഹത്തിൻ്റെ സിനിമകളാണ്. അദ്ദേഹത്തെ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് ഈ ഒരു വേദിയിൽ പങ്കിടാൻ സാധിച്ചതിൽ. ആൻഡ് ഐ റിക്വസ്റ്റ് യു ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ബിഫോർ അനൗൺസിങ്. നമസ്കാരം. നേരത്തെ ഷൈൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഷോർട്ട് ഫിലിമുകളുടെ കാലമാണ്.
ഒരുപാട് അവസരങ്ങളാണ് ഷോർട്ട് ഫിലിമുകൾക്ക്, ചാനലുകളാണെങ്കിലും പ്രാദേശികമായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. പണ്ടെല്ലാം സിനിമ സ്വപ്നം കണ്ടിരുന്നവർ നേരെ ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യുന്നു, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവുന്നു. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് പലപ്പോഴും നടന്മാർ ഡേറ്റ് കൊടുക്കുന്നത് നിങ്ങൾ എത്ര സിനിമ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്തു എന്ന് നോക്കിയിട്ടല്ല, നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്, എത്ര ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും നല്ല എളുപ്പമായിട്ടുള്ള സിനിമ, ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് നല്ല ഷോർട്ട് ഫിലിമുകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സിനിമ സ്വപ്നം കണ്ടിട്ടുള്ള എല്ലാവർക്കും സിനിമയിലേക്കുള്ള ഒരു വഴിയാണ് ഷോർട്ട് ഫിലിം. വീണ്ടും വീണ്ടും ചെയ്ത് അത് കഴിവ് തെളിയിക്കുകയും അതോടൊപ്പം നല്ല ഇതുപോലെ അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വരാൻ കഴിയട്ടെ, നിങ്ങൾക്കെല്ലാം അംഗീകാരങ്ങളും കിട്ടട്ടെ, അത് ഭാവിയുടെ നല്ല സിനിമകൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രചോദനമാവട്ടെ എന്നും ഇന്ന് ഇവിടെ പങ്കെടുത്തിട്ടുള്ള, ഇന്ന് ഞാൻ ജയസൂര്യയുടെ അടുത്ത് സംസാരിക്കുകയായിരുന്നു ഇവിടെ വന്ന ഷോർട്ട് ഫിലിമുകളുടെ നിലവാരത്തെക്കുറിച്ച്. അദ്ദേഹം പറഞ്ഞത് വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എല്ലാം ഒന്നിനൊന്നും മികച്ചതായിട്ടുള്ള ഷോർട്ട് ഫിലിമുകൾ. ഇതിൽ ഇന്നിവിടെ അനൗൺസ് ചെയ്ത പല സിനിമകളും ഞാൻ യൂട്യൂബിലൂടെ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് പലപ്പോഴും അവരോട് അസൂയ തോന്നിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരും എല്ലാവർക്കും എൻ്റെ വണക്കം. തീർച്ചയായിട്ടും നിങ്ങൾ ഭാവിയിലെ എല്ലാ മികച്ച കലാകാരന്മാർ വളരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. സോ നമുക്ക് ആ ഒരു ചടങ്ങിലേക്ക് കടക്കാം അല്ലേ. ദി ബെസ്റ്റ് ഷോർട്ട് ഫിലിം ആരാണെന്ന് ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നു, പ്ലീസ്. ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഞാൻ പ്രഖ്യാപിക്കാൻ പോകുന്നത്. 2016 കേരള വിഷൻ്റെ ഏറ്റവും മികച്ച ഷോർട്ട് ഫിലിം ഏതായിരിക്കും? ആർക്കും അത് ഇപ്പോൾ ജയസൂര്യ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും കൺഫ്യൂഷനിലാണ്. ഏതായിരിക്കും ആ മികച്ച ചിത്രം? എന്നാൽ ഞാൻ ആ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ബെസ്റ്റ് ഷോർട്ട് ഫിലിം നടപ്പാത, ഡയറക്ടർ ബൈ റഫീഖ്. Kerala Vision Bono Care Short Film Festival Best Film. അച്ഛൻ വരുമ്പോൾ എനിക്കൊരു 100 രൂപ തരൂ. ഇപ്പൊ എന്തിനാ പൊന്നൂസിന് 100 രൂപ? അതെ, നാളെ എൻ്റെ പൊന്നച്ഛൻ്റെ പിറന്നാളാ, എനിക്ക് സമ്മാനം വാങ്ങാനാ. നടപ്പാത. Alright, so the winner is the best short film, Nadappada, and the director's name is Rafiq. Congratulations, Rafiq, for being the winner. Now I request you to hand over the memento to Rafiq. So, റഫീഖ്, എന്ത് തോന്നുന്നു ഈ ഒരു സമയം? വിന്നർ ആയിരിക്കുവാണ്. ഇത്ര നേരം നെഞ്ചെടുപ്പിന്റെ സമയമായിരുന്നു, ഇപ്പോൾ വിന്നറായി. ഈ ഒരു സമയം എന്ത് പറയാം? ഇത് സ്വപ്നമാകരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. എനിക്കെന്താണ് പറയേണ്ടത് എന്ന് വരുന്നില്ല, കൈവരയ്ക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേരള വിഷൻ്റെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും. ഇതിപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഓസ്കാറായിട്ട് ഞാൻ കരുതുകയാണ്. ഇതിലെ ഈ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസർ, ഡയറക്ടേഴ്സ് എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ജഡ്ജസ് ആയിട്ടുള്ള എൻ്റെ ഈ ഷോർട്ട് ഫിലിമിന് എന്താ പറയുക, ജഡ്ജ്മെൻറ്റ് ചെയ്ത അവരെ ഒരുപാട് നന്ദിയുണ്ട്. അവരെൻ്റെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. സാർ, പിന്നെ എല്ലാ ക്രൂ മെമ്പേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്, ഇതിൻ്റെ ആക്ടേഴ്സ്, ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ, എല്ലാവർക്കും വരാൻ പറ്റിയിട്ടില്ല. പിന്നെ സലാം ബാബു സാർ,
സാറിൻ്റെ എല്ലാ മൂവീസും ഞാൻ കണ്ടിട്ടുണ്ട്, വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും നന്ദിയുണ്ട്. ഇതുവരെ എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കേരള വിഷനെ മരിച്ചാലും മറക്കാൻ പറ്റില്ല. താങ്ക് യു. All right, so congratulations. So thank you so much. Take your seats. ഇനി നമ്മുടെ പ്രിയപ്പെട്ട ക്ഷണം സ്വീകരിച്ച് ഐ നോ ദാറ്റ് ഫ്രം യുവർ ബിസി ഷെഡ്യൂൾ യു ഫൗണ്ട് ടൈം ടു ബി ഹിയർ. ഞങ്ങളുടെ ഒരു ചെറിയൊരു സ്നേഹോപഹാരം സലാം ബാപ്പു സാറിന് നൽകുന്നതിന് വേണ്ടിയിട്ട് മേ ഐ ഇൻവൈറ്റ് KCBL MD ആൻഡ് COA ഓഫ് സ്റ്റേറ്റ് ട്രഷറർ മിസ്റ്റർ രാജ് മോഹൻ. സർ പ്ലീസ്. താങ്ക് യു സോ മച്ച് സർ. സോ അങ്ങനെ ആ ഒരു 3 കർത്തവ്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. ബെസ്റ്റ് ഷോർട്ട് ഫിലിം ആർക്കാണെന്ന് മനസ്സിലായി. ബെസ്റ്റ് സെക്കൻഡ് ഷോർട്ട് ഫിലിം, ബെസ്റ്റ് തേർഡ് ഷോർട്ട് ഫിലിം ഇതെല്ലാം അനൗൺസ് ചെയ്ത് വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ടു 3 of you. Kerala Vision Short Film Festival 2016.